രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലെ നാരായണീയം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണീയം ഒന്നാം ഭാഗം അത് പലരും കേട്ടു, പലരും നാരായണീയം പുസ്തകം വാങ്ങിച്ചു, അവർ വായിക്കാൻ തുടങ്ങി എന്നറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്ന് മാത്രവുമല്ല, ഈ നാരായണീയം എന്ന പുസ്തകം വായിച്ച് ഗുരുവായൂർ പോയി ഭജനമിരുന്നതിന് ശേഷമുണ്ടായ തീവ്രമായ അനുഭവങ്ങൾ പലരും എന്നെ വിളിച്ച് പങ്കുവച്ചു. അതിനകത്ത് മാരക രോഗങ്ങൾ ഉൾപ്പെടെ ഡോക്ടർമാരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ക്യാൻസർ, ട്യൂമർ തുടങ്ങിയ മാരക രോഗങ്ങൾ ഉൾപ്പെടെ, അതായത് രേണു എന്നും പറഞ്ഞ് ഡൽഹിയിൽ നിന്നൊരു സഹോദരി എന്നെ വിളിച്ചിരുന്നു. അതേ കണക്ക് തന്നെയാണ് ഒറീസയിൽ നിന്നൊരു പ്രഭാകർ. ഇത് ഒന്നോ രണ്ടോ പേരുകൾ എനിക്കെല്ലാം ഓർമ്മ വരുന്നില്ല. അപ്പോൾ അവരെല്ലാം എന്നോട് പറഞ്ഞത് ഗുരുവായൂരപ്പൻ്റെ അത്ഭുതത്തെക്കുറിച്ചാണ്. മനസ്സിലല്ലേ? വല്ലാത്ത സ്റ്റേജിലെത്തിയ ഈ മാരക രോഗങ്ങൾ അവർ ചികിത്സ നടത്തി. അത് വേറൊരു കാര്യം. ചികിത്സ നടത്തിയിട്ട് ഈ രേണു ആണെന്നുണ്ടെങ്കിൽ 1 മാസം ഗുരുവായൂർ പോയി ഭജനമിരുന്ന് ഈ 1 മാസവും അവിടെ ഇരുന്ന് വായിച്ചു, നാരായണീയം വായിക്കുകയും ഗുരുവായൂരപ്പൻ്റെ അത്ഭുത പ്രവർത്തി കണ്ട് ഡോക്ടേഴ്സ് പോലും അമ്പരന്ന് പോയി. അപാരമായ ചേഞ്ചാണ് ഉണ്ടായത്. അത് പറയുമ്പോൾ തന്നെ അവരുടെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകുന്നുണ്ടായിരുന്നു. കൃഷ്ണ, ഗുരുവായൂരപ്പ, എൻ്റെ ഗുരുവായൂരപ്പ. അത് കേട്ടാൽ നമ്മുടെ ഓരോ രോമങ്ങളും എഴുന്നു നിൽക്കും. ഒരു നാരായണീയം അതിലെ ശ്ലോകങ്ങൾ അങ്ങോട്ട് വായിക്കുക, ഗുരുവായൂരപ്പൻ പ്രസാദിക്കുക. മാറാ രോഗങ്ങളെന്ന് ശാസ്ത്രം വിധി എഴുതുന്നത് പുല്ലുപോലെ മാറുക. അവരാത്മാർത്ഥമായിട്ട് അവിടെ ചെന്നിരുന്നു. അവരെന്നോട് പറഞ്ഞത് ഇതാണ്: അവിടെ ചെന്നിരുന്നു, നാരായണീയം 1 മാസം അവിടെ ഭജനമിരുന്നു വായിച്ചു. അവിടുത്തെ കളഭം, ആ കളഭം എന്നും രാവിലെ അല്പാൽപ്പം കഴിക്കുമായിരുന്നു എന്നും പറഞ്ഞു. ഗുരുവായൂരപ്പൻ്റെ കളഭം അല്പാൽപ്പം കഴിക്കും. അങ്ങനെ എന്നെ ഒരുപാട് പേരാണ് വിളിക്കുന്നത്. വിളിച്ചിട്ട് ഈ അനുഭവങ്ങൾ എന്നോട് അവർ പങ്കുവെക്കുകയാണ്. സാറേ, സത്യമാണ് സാറ് പറയുന്നത്. നാരായണീയം ശാസ്ത്രം തോറ്റെടുത്ത് ഗുരുവായൂരപ്പൻ ജയിക്കുകയാണ്. അത്ഭുതമാണ്. പലരും ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗം വീഴുകയാണ്. എന്ന് മാത്രവുമല്ല, എന്താ പറയേണ്ടത്, പലർക്കും ഈ അനുഭവങ്ങൾ പറയുമ്പോൾ അത് മുഴുമിപ്പിക്കാൻ സാധിക്കുന്നില്ല. അവർ വിങ്ങിക്കരയുകയാണ്. ഒരു 10 തവണയെങ്കിലും അവർ നാരായണ പറയും. നാരായണീയം അത്ഭുതം.
നാരായണീയം അത്ഭുതം അർത്ഥമറിഞ്ഞ് ഹൃദയത്തിൽ തട്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. ഇന്നും കൂടെ ഞാൻ ഒരു ശ്ലോകം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. നാളെ മുതൽ അടുത്ത ക്ലാസ് മുതൽ ഈ 2 ശ്ലോകങ്ങൾ വെച്ച് നമുക്ക് പോകാം. ഇന്ന് പുസ്തകമില്ലാത്തവർ വിഷമിക്കണ്ട, അവർക്കായിട്ട് ഞാൻ ഈ ശ്ലോകങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് എന്ന് മാത്രവുമല്ല, തുടർന്നങ്ങോട്ട് ഈ നാരായണീയം വായിച്ച് മാറാ രോഗങ്ങൾ ഉൾപ്പെടെ സുഖപ്പെട്ടവർ അവരുടെ അനുഭവങ്ങൾ നേരിട്ട് നിങ്ങളോട് വിവരിക്കുന്നതാണ്. അതിനുള്ള അവസരമുണ്ട്. ഈ പറഞ്ഞവരുടെ അടുത്തൊക്കെ ഞാനത് പറഞ്ഞ് നിങ്ങളിത് വീഡിയോ ആയിട്ട് എടുത്തതാ, ഷോർട്ട് വീഡിയോ ആയിരിക്കണം, മനസ്സിലായില്ലേ? ഒരു 2 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ അനുഭവങ്ങൾ ഇട്ടതാ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഓരോ പ്രേക്ഷകരും നാരായണീയം വായിച്ചിട്ട് നിങ്ങൾക്കുള്ള അനുഭവം ഒരു 2 മിനിറ്റിനുള്ളിൽ വീഡിയോ ആക്കി എനിക്ക് ഇട്ട് തരിക. അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് ഇട്ട് നിങ്ങളുടെ ഫോട്ടോയും കൂടെ ഇട്ടാൽ മതി, ഞാനത് വീഡിയോ ആക്കിക്കൊള്ളാം. വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ മൊബൈൽ ചരിച്ചു വെച്ച് എടുക്കാൻ ശ്രമിക്കണം. കുത്തനെ വെച്ച് നമ്മൾ എന്ത് ചെയ്യരുത്, എടുക്കരുത്. അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പം മാറാ രോഗങ്ങൾ മാറ്റിയ സാക്ഷാൽ ഗുരുവായൂരപ്പൻ. അതിൽ ഈ മലയാളികൾ മാത്രമല്ല, മനസ്സിലായില്ലേ? ഒരു ഹിന്ദിക്കാരനുണ്ട്. പിന്നെ ഈ ഹിന്ദിക്കാരൻ പറയുന്നത് എനിക്ക് ഹിന്ദി അങ്ങോട്ട് അറിയില്ല. പിന്നെ അയാൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാം. അതിൽ നിന്നാണ് ഞാൻ പിടിച്ചെടുത്തത്. പിന്നെ ഞാനത് റെക്കോർഡ് ചെയ്തു, എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് കൊടുത്തത് മാറ്റിപ്പിച്ചു. അപ്പോൾ ആ ഹിന്ദിക്കാരനൊക്കെ അയാൾ നമ്മളെക്കാൾ കൂടുതൽ തവണ ഗുരുവായൂർ അമ്പലത്തിൽ അയാൾ വന്നിട്ടുണ്ട്. പഞ്ചാബി എന്നും എന്നെ വിളിച്ചു 2 പേര്. അവർ പഞ്ചാബിക്കാരാണ്. ഇവരുടെ എല്ലാം അനുഭവങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ഇടുന്നതാണ്. ആലോചിക്കുക, ഗുരുവായൂരപ്പൻ അസാമാന്യമായ തേജസ്. വാക്കുകൾക്കതീതം. ഭക്തിയോടുകൂടി നാരായണീയം ജപിക്ക്. നിങ്ങളുടെ ഈ അസുഖങ്ങളൊക്കെ ഒന്നുമല്ല, മാറാ രോഗങ്ങൾ മാറ്റുന്ന ഗുരുവായൂരപ്പ ഭഗവാനെ, എന്നെയും ഈ രാധേ എന്ന ചാനൽ കാണുന്നവരെയും രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കണേ. പൊന്നു ഗുരുവായൂരപ്പ, ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. അത്ഭുതം. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ എന്നോട് പറയണേ. അതേ കണക്ക് ആദ്യമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ 1ാം ഭാഗമൊക്കെ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്താൽ മതി കേട്ടോ. പ്ലേലിസ്റ്റിനകത്ത് ഇതിൻ്റെ 1ാം ഭാഗം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റ് എടുത്തു കഴിയുമ്പോൾ രാധയുടെ പ്രണയം, കൃഷ്ണൻ്റെ രാധയുടെ പ്രണയം ചരിത്രത്തിൽ ആദ്യമായി അടുക്കിന് കഥകൾ എടുത്തിട്ട് ഇതാ 72 എപ്പിസോഡുകൾ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ ചൊവ്വാഴ്ചയും ഉച്ചയ്ക്ക് 12 മണിക്ക് രാധയുടെ പ്രണയം റിലീസാകും. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് അത് കൃത്യമായി കിട്ടും. എല്ലാ വ്യാഴാഴ്ചയും ഉച്ചയ്ക്ക് 12 മണിക്ക് അഷ്ടപതി റിലീസാകും. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് അത് കിട്ടും. എല്ലാ തിങ്കളാഴ്ചയും 3 മണിയാകുമ്പോൾ നാരായണീയം റിലീസാകും എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഗുരുവായൂരപ്പനും രാധാറാണി അമ്മയും അനുഗ്രഹിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ, നമ്മളൊക്കെ മനുഷ്യരല്ലേ, അവർ 2 പേരും അനുഗ്രഹിക്കുകയാണെങ്കിൽ ഇതൊക്കെ റിലീസാകുന്നതാണ്. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്. 1 മുതൽ 8 വരെയുള്ള അധ്യായം ഇട്ടിട്ടുണ്ട്. കൊല്ലം, തിരുവനന്തപുരം, അങ്ങനെ കൊട്ടാരക്കര, കോട്ടയം, മനസ്സിലായില്ലേ, എറണാകുളം, ആലപ്പുഴ, കരുനാഗപ്പള്ളിയൊക്കെ ഉള്ളവർ ഇവിടെ വന്ന് പഠിക്കാറുണ്ട്. പിന്നെ ദൂരെയൊക്കെ വരുന്നുണ്ട്, വടകരയൊക്കെ, അവർക്ക് ഇവിടെ സ്റ്റേയിങ് ഫെസിലിറ്റി എല്ലാം ഉണ്ട്. അല്ലെങ്കിൽ അവർ യൂട്യൂബിനെ എന്ത് ചെയ്താൽ മതി, ആശ്രയിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൂടാതെ ഞാൻ എങ്ങനെ രാധാഭക്തനായി എന്നത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ടിരിക്കേണ്ട വീഡിയോ ആണ്, ഞാൻ എങ്ങനെ രാധാഭക്തൻ ആയി. അതുപോലെ ഈ ബന്ധം വേർപിരിയാനൊക്കെ ഇരിക്കുന്നവരും വേർപിരിഞ്ഞവരും അവരുടെ മക്കളും കാണേണ്ടതായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. അതാണ് ഒരിടത്തൊരച്ഛനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഹിന്ദുക്കൾ അറിയേണ്ടവ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ആരാണ് നമ്മുടെ ഗണപതി, എന്താണ് ശിവലിംഗം, അപ്പോൾ ലിംഗത്തെ ആരാധിക്കുന്നു എന്നൊക്കെ ചിലർ പറയാറുണ്ട്. അത് ലിംഗമല്ല, അതെന്താണ്, പിന്നെ അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ
രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരി കോരി തന്നെന്നെ സർവ്വ ആപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. നാരായണ നാരായണ നാരായണ. ഓം നമോ നാരായണ. ഓം നമോ നാരായണ. ഓം നമോ നാരായണ. അപ്പം നമുക്ക് തുടങ്ങാം. അതിനു മുമ്പ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മിക്കതും കൃഷ്ണഭക്തരാണ്. കൃഷ്ണഭക്തരും രാധാഭക്തരുമാണ്. അപ്പം കൃഷ്ണനെ അറിയണമെങ്കിൽ കൃഷ്ണൻ്റെ അടുത്ത ജന്മമുണ്ട്, അതാണ് ബുദ്ധൻ. നമ്മുടെ ഭാഗവതത്തിലും അഷ്ടപതി അല്ലെങ്കിൽ ഗീതാ ഗോവിന്ദത്തിലും അത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ബുദ്ധനെയും ബുദ്ധൻ്റെ തത്വങ്ങളെയും കൃഷ്ണ അവതാരത്തിൽ തനിക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് ബുദ്ധ അവതാരത്തിൽ പറയുന്നത്. രാധാജിയാണ് യശോദയായിട്ട് ജന്മമെടുക്കുന്നത്. ആ ശ്രീബുദ്ധൻ്റെ കഥകൾ ഉടൻ തന്നെ രാധേ രാധേ ചാനലിൽ അടുക്കിന് വരും. അത് മാത്രവുമല്ല, മോക്ഷത്തിലേക്കുള്ള വഴി അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ബുദ്ധനായി വന്ന് പറഞ്ഞു തരുന്നതുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? അതിന് ധർമ്മപദം എന്നാണ് പേര്. ആ പുസ്തകമൊന്നും നിങ്ങൾക്ക് കിട്ടില്ല, അത് വലിയ പാടാണ് കിട്ടാൻ. കിട്ടും, പക്ഷെ അതിലേക്കൊന്നും നിങ്ങൾ പോകണ്ട. ഞാൻ ബുദ്ധൻ്റെ കഥയും പറയും, അതോടൊപ്പം തന്നെ ആ ബുദ്ധൻ പറഞ്ഞ സൂത്രങ്ങൾ പാലി ഭാഷയിലാണ്, പക്ഷേ അത് ഞാൻ മലയാളത്തിലാക്കി നിങ്ങൾക്ക് ഇംഗ്ലീഷിലുമാക്കി തരാൻ പറ്റും. അത് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ബുദ്ധകഥയും കൂടെ കേൾക്കുമ്പോഴേ നമ്മുടെ നാരായണ ഭക്തി കൃഷ്ണഭക്തി സമ്പൂർണ്ണമാകും. അപ്പം നോക്കിക്കൊള്ളൂ, രണ്ടാമത്തെ ശ്ലോകം നാരായണീയത്തിലെ രണ്ടാമത്തെ ശ്ലോകമാണ്. ആ രണ്ടാമത്തെ ശ്ലോകം നമുക്ക് പാടിത്തരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മഞ്ജു ടീച്ചറാണ്. ഒന്നാമത്തെ ശ്ലോകം പാടിത്തന്ന മഞ്ജു ടീച്ചർ തന്നെയാണ് നമുക്ക് നാരായണീയത്തിലെ രണ്ടാം ശ്ലോകവും പാടുന്നത്. ടീച്ചറെക്കുറിച്ച് ഞാൻ എടുത്തു പറയേണ്ട, സംഗീത അധ്യാപികയും കൂടാണ്. അതിമനോഹരമായിട്ട് സൂപ്പറായിട്ട് എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ പിടിച്ചുപറ്റി മഞ്ജു ടീച്ചറുടെ ആലാപനം. ആ മഞ്ജു ടീച്ചർ അത് ആലാപിക്കാൻ പോവുകയാണ്, നാരായണീയം ആലപിക്കാൻ. അങ്ങനെ ആലപിച്ച് പുണ്യം നേടാൻ ആഗ്രഹമുള്ളവരെന്നെ വിളിച്ചാൽ മതി. അപ്പോൾ അവരൊരു 2 വരി ശ്ലോകം ചൊല്ലിയിട്ടാൽ മതി, നിങ്ങൾക്കെല്ലാം അവസരം കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മഞ്ജു ടീച്ചർ പാടുന്നത് കേൾക്കാം. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേയദന്യത് തന്വാ വാചാ ധിയാ വാ ഭജതി ബദ ജനക്ഷുദ്രതൈവ സ്ഫുടേയം. ഏതേ താവദ്വയന്തു സ്ഥിരതരമനസാ വിശ്വപീഠാപഹത്യൈ നിശേഷാത്മാനവേനം ഗുരുപവനപുരാധീശമേവാശ്രയാമഃ. അപ്പോൾ ആ ശ്ലോകം മഞ്ജു ടീച്ചർ പാടിയത് കേട്ടല്ലോ. ഇനി ഞാൻ പറഞ്ഞു തരാം. ഏവം ദുർലഭ്യ വസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത് തന്വാ വാചാ ധിയാ വാ ഭജതി ബദ ജനക്ഷുദ്ര തൈവ സ്ഫുടേയം. ഏതേ താവദ്വയം തു സ്ഥിരതര മനസാ വിശ്വപീഡാപഹത്യൈ നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവാശ്രയാമേ ആശ്രയാമ. ഇനി നിങ്ങളിതിൻ്റെ അർത്ഥങ്ങൾ എഴുതി വെച്ചോളൂ. എഴുതിക്കോ. ഏവം, ഏവം സമ ഇട്ടിട്ട് ഇപ്രകാരം, ഏവം ഇപ്രകാരം. ദൗർലഭ്യ വസ്തു, ദൗർലഭ്യ വസ്തുന്യപി, അത്രേ എഴുത്. ബുക്ക് നോക്കി ദൗർലഭ്യ വസ്തുന്യപി അർത്ഥം എഴുത്. എന്താണ്? കിട്ടാൻ പ്രയാസമുള്ള വസ്തു ആണെങ്കിലും എന്നാണ് അർത്ഥം. കിട്ടാൻ പ്രയാസമുള്ള വസ്തു ആണെങ്കിലും എന്ന് പറഞ്ഞാൽ ദുർലഭ വസ്തു ആണെങ്കിലും. സുലഭതയാ, സുലഭതയാ ധാരാളമായി. 2 അർത്ഥം. 1 ധാരാളമായി, 2 പ്രയാസമില്ലാതെ. അർത്ഥം എഴുതി വെച്ചോ. സുലഭതയ
ധാരാളമായി അല്ലെങ്കിൽ പ്രയാസമില്ലാതെ. മനസ്സിലായില്ലേ? ഹസ്തലബ്ധേ, ഹസ്തലബ്ധേ അർത്ഥം എഴുത് കയ്യിൽ കിട്ടിയിരിക്കുന്നു. ഹസ്തം കൈ, ലബ്ധം കിട്ടുക. അപ്പൊ ഹസ്തലബ്ധേ കയ്യിൽ കിട്ടിയിരിക്കുന്നു. മനസ്സിലായില്ലേ? യദന്യ മറ്റ്, മനസ്സിലായില്ലേ? മറ്റ്. തന്വ വജ വാച ദിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? തന്വ ശരീരം കൊണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. തന്വ വാച വാക്കുകൾ കൊണ്ട്, ദിയ മനസ്സുകൾ കൊണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ തന്വ വാച ദിയാവ അത്രയും നിരത്തി എഴുത്. തന്വ വാച ദിയാവ അങ്ങനെ നിരത്തി എഴുതിയിട്ട് സമം എഴുതിയിട്ട് ശരീരം കൊണ്ടോ വാക്ക് കൊണ്ടോ മനസ്സ് കൊണ്ടോ എന്നാണ് അർത്ഥം. മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ ബുദ്ധി കൊണ്ടോ. ഭജതി, മനസ്സിലായില്ലേ? ഭജിക്കുന്നു. അന്യത് ഭജതി എന്നാണ് അത് കേൾക്കുന്നത്. മനസ്സിലായില്ലേ? അന്യത് ഭജതി മറ്റു വിഷയങ്ങളെ ഭജിക്കുന്നു. ആ അന്യത് ഇച്ചിരി മാറിക്കിടക്കുകയാണ്. അത് അന്യമെന്ന് പറയും. അതിപ്പോൾ കാര്യമാക്കണ്ട, നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. ഭജതി ഭജിക്കുന്നു. അന്യത് ഭജതി മറ്റു വിഷയങ്ങളെ ഭജിക്കുന്നു. ക്ഷുദ്രം കഷ്ടം തന്നെ. ക്ഷുദ്രം മനസ്സിലായില്ലേ? കഷ്ടം തന്നെ, നീചം തന്നെ എന്നൊക്കെയാണ് അർത്ഥം. സ്ഫുടേയം അർത്ഥം എഴുത്. സ്ഫുടേയം വ്യക്തമായ, വ്യക്തമായ. അടുത്ത വരി എഴുത്. യത് ഇയം ബധ, യത് ഇയം ബധ സ്ഫുടക്ഷുദ്രത ഏവ. അത് നമ്മൾ നേരത്തെ പറഞ്ഞതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് പറയുകയാണ്. യത് ഇയം ബധ സ്ഫുട ക്ഷുദ്രത ഏവ. ഏതെന്നാണോ അത് കഷ്ടം, അത് വ്യക്തമായ ക്ഷുദ്രം തന്നെ. എന്താണതെന്നൊക്കെ പറഞ്ഞുതരാം. അപ്പൊ അർത്ഥം എഴുതേണ്ടത് ഇതാണ്. ഏതൊന്നാണോ യത് ഇയം, അതാണ് ഏതെന്നാണോ. ബധ, ബധ എന്ന് പറഞ്ഞാൽ കഷ്ടത്തെ സൂചിപ്പിക്കുന്ന വാക്ക. സ്ഫുടം വ്യക്തമായിട്ടും അറിയാമായിരുന്നിട്ടും നിങ്ങൾ ചെയ്യുന്നത് ഏതെന്നാണോ അത് ക്ഷുദ്രത നീചം തന്നെ എന്നാണ് അർത്ഥം. അപ്പൊ നിങ്ങൾ അർത്ഥം എഴുതേണ്ടത് യത് ഇയം ബധ സ്ഫുട ക്ഷുദ്രത ഏവ. ഏതെന്നാണോ, മനസ്സിലായില്ലേ? അത് എന്താണ്? വ്യക്തമായ ക്ഷുദ്രം നീചം തന്നെ. അടുത്തതായിട്ട് എഴുത്. ഏ തേ താവദ്വയം തു. ബുക്ക് നോക്കി എഴുതിയാൽ മതി. ഏ ദേ താവദ്വയം തു. ഈ ഞങ്ങളാകട്ടെ. മനസ്സിലായില്ലേ? വയം എന്നതിന് ഞാനെന്നാണ് അർത്ഥം. അത് ബഹുവചനത്തിൽ പ്രയോഗിക്കാനുണ്ടായ കാര്യം ഞാൻ പറഞ്ഞു തരാം. ഞങ്ങളാകട്ടെ. സ്ഥിരതര മനസ അർത്ഥം എഴുത്. സ്ഥിരതര മനസ സമമിട്ടിട്ട് ഇളകാത്ത മനസ്സോടെ. വിശ്വപീഡ, വിശ്വപീഡ ലോകത്തിൻ്റെ ദുഃഖം, ലോകത്തിൻ്റെ ദുഃഖം. ഹത്യേ ഇല്ലാതാക്കുന്നു. അപ്പോൾ വിശ്വപീഡ ഹത്യേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ലോകത്തിൻ്റെ ദുഃഖം ഇല്ലാതാക്കുന്നു. നിശേഷാത്മാനമേനം, നിശേഷാത്മാനമേനം അർത്ഥം എഴുതിയിട്ട് സകലതിൻ്റെയും ആത്മാവ്. നിശേഷാത്മാനം ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാത്തിൻ്റെയും ആത്മാവ്, അതായത് പരമാത്മാവ്. അപ്പം നിങ്ങൾ അർത്ഥം എഴുതേണ്ടത് ഇങ്ങനെയാണ്. നിശേഷാത്മാനമേനം സമവിട്ടിട്ട് സകലതിൻ്റെയും ആത്മാവായ ഗുരുപവന പുരാധീശം. ഗുരുവായൂരപ്പനെ അർത്ഥം എഴുതും. ഗുരുപവന പുരാധീശം അർത്ഥം ഗുരുവായൂരപ്പനെ. ഏവം ആശ്രയാമ, ഏവം ആശ്രയാമ ആശ്രയിക്കുന്നു. സാക്ഷാൽ ഗുരുവായൂരപ്പനെ ആശ്രയിക്കുന്നു. അപ്പം അർത്ഥം മനസ്സിലായല്ലോ. അതിൻ്റെ ഫുൾ അർത്ഥമൊക്കെ ഞാൻ പറഞ്ഞു തരാം. മനുഷ്യന് കിട്ടാൻ വളരെ പ്രയാസമായ സാധനം സുലഭമായി കയ്യിൽ കിട്ടിയിട്ടും മറ്റു വിഷയങ്ങളെ ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും മറ്റു വിഷയങ്ങളിൽ മുഴുകി സുഖിച്ച് ജീവിക്കുന്നത് കാണുമ്പോൾ കഷ്ടം തന്നെ. എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഗുരുവായൂരപ്പനെ ഭജിക്കുക. അതങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇതിനകത്ത് വലിയ വലിയ അർത്ഥങ്ങളാണുള്ളത്. നമുക്ക് ഓരോന്നായിട്ടെടുക്കാം. നമുക്ക് ആദ്യത്തെ വരി എടുക്കാം. ആദ്യത്തെ വരി എന്താ പറഞ്ഞിരിക്കുന്നത്? ഏവം ദുർലഭ്യ വസ്തുന്യഭി എന്ന് പറഞ്ഞാൽ വസ്തു നീ അഭി. അത് പിരിച്ചെഴുതിയാൽ അങ്ങനെ വസ്തു നീ അഭി ചേർത്തെഴുതുമ്പം വസ്തുന്യഭി. അപ്പം നമ്മൾ പട്ടതിരിപ്പാടിൻ്റെ 2ാമത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ ഒരു വരിയുടെ അല്പം ഭാഗമെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്.
ഏവം ദുർലഭ്യ വസ്തുന്യവി. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? വളരെ ദുർലഭമായ വസ്തുവാണെങ്കിലും എന്ന് പറഞ്ഞാൽ കിട്ടാൻ വളരെ പ്രയാസമാണ്. അങ്ങനെ കിട്ടാൻ വളരെ പ്രയാസമായ വസ്തുവാണെങ്കിലും എന്താണ് കിട്ടാൻ പ്രയാസമായ വസ്തു? അതായത് ആ കിട്ടാൻ പ്രയാസമായ വസ്തു എന്താണെന്ന് പറയാൻ പോവുകയാണ്. ഋഷിമാരും മറ്റും ഹിമാലയത്തിലെ ഗുഹകളിൽ പോയി കഠിനമായ തപസ്സുകൾ അനുഷ്ഠിച്ചിട്ടും ഒരു ജന്മം കൊണ്ടോ പല പല ജന്മങ്ങൾ കൊണ്ടോ കിട്ടാത്തത്, അതാണ് ദുർലഭമായ വസ്തു. ഋഷിമാരൊക്കെ കൊടും തപസ് അനുഷ്ഠിച്ചു. ഒരു ജന്മമല്ല, പല പല നിരവധി ജന്മം. അതുകൊണ്ടാണ് നമ്മൾ പറയത്തില്ലേ, ചിലർ 100 ലക്ഷം വർഷം തപസ് ചെയ്തു, 1 കോടി വർഷം തപസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1 കോടി ജന്മങ്ങൾ എടുത്തു എന്നാണ് അർത്ഥം. അല്ലാതെ ഒരു മനുഷ്യൻ ഒറ്റയടിക്ക് 1 കോടി ഇരുന്നു എന്നല്ല, 1 കോടി ജന്മം എടുത്തു എന്നാണ്. അങ്ങനെ തപസ് ചെയ്ത് സ്വന്തമാക്കാൻ നോക്കുന്നവരപ്പോൾ അത്രയും ലക്ഷം വർഷങ്ങൾ എടുത്തിട്ട് പോലും അവർക്ക് പോലും കിട്ടാൻ പ്രയാസമായ ഒരു ദുർലഭ വസ്തു ഉണ്ട്. ആ ദുർലഭ വസ്തുവിൻ്റെ പേര് ബ്രഹ്മം എന്നാണ്. ബ്രഹ്മം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ പ്രപഞ്ചം മുഴുവനും ഒരു അസാമാന്യമായ പ്രകാശ ഗോളത്തിലാണ്. ആ ഗോളത്തിന് ഏത് രൂപവും പ്രാപിക്കാൻ കഴിയും. ആ അസാമാന്യമായ പ്രകാശം ഇപ്പോൾ ഇതാ, ആ ബ്രഹ്മം എന്നത് ഇപ്പോൾ ഇതാ മനുഷ്യരൂപം കൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ ഇരിപ്പുണ്ട്. അപ്പം നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാം ഗുരുവായൂർ അമ്പലത്തിൽ ഇരിക്കുന്ന ഗുരുവായൂരപ്പനെ. അപ്പം ശരിക്കും ഇവിടെ ദുർലഭമായ വസ്തു എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. അങ്ങനെ ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും ഈ ബ്രഹ്മം അങ്ങനെ പെട്ടെന്ന് ദർശിക്കാനായിട്ട് സാധ്യമല്ല. അത്രയ്ക്ക് ദുർലഭമാണ്. അതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെന്നാണ് ഭട്ടതിരിപ്പാട് പറയാൻ പോകുന്നത്. ഇപ്പം ബുദ്ധൻ പോലും ആ ദുർലഭമായ വസ്തുവിന് വേണ്ടി കൊട്ടാരം ഉപേക്ഷിക്കേണ്ടി വന്നു, കഠിനമായ തപസ് ചെയ്യേണ്ടി വന്നു. എന്നിട്ടും ആ ബ്രഹ്മത്തെ കിട്ടുന്നില്ല. ആ ബ്രഹ്മത്തെ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ബ്രഹ്മം ബുദ്ധനെ പലവിധ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി തീർത്തു. ഒടുവിൽ ബുദ്ധന് ബോധോദയം കിട്ടേണ്ട സമയമായി. അത് ആലോചിക്കണം. ബുദ്ധന് ബോധോദയം കിട്ടേണ്ട സമയമായി. ബ്രഹ്മത്തിന് ഇനി പ്രത്യക്ഷപ്പെടാതെ നിവർത്തിയില്ല എന്ന് വന്നു. അങ്ങനെ ആയപ്പോഴത്തേക്ക് എന്തൊക്കെ വന്നെന്നറിയാവോ നിങ്ങൾക്ക്? ബുദ്ധൻ ബോധിവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ 4 വശത്ത് നിന്നും ദുഷ്ടപിശാചുക്കൾ വന്നു, അലറി വിളിച്ചു. കൊടുങ്കാറ്റുണ്ടായി, ഭയങ്കരമായ കൊടുങ്കാറ്റ്. പിശാചുക്കൾ വന്ന് ബുദ്ധൻ്റെ 4 ചുറ്റും കിടന്ന് അലറി വിളിക്കുകയാണ്. വേറെ ആരും പതറിപ്പോകും. പക്ഷേ ബുദ്ധന് യാതൊരു മാറ്റവുമില്ല. അങ്ങനെ തന്നെ ഇരിക്കുകയാണ് ബുദ്ധൻ. മനസ്സിലായ? അതായത് കൃഷ്ണൻ്റെ അവതാരമാണ് ബുദ്ധൻ. പക്ഷെ മനുഷ്യജന്മം എടുത്തിട്ട് ഭഗവാനാണെങ്കിലും ബ്രഹ്മത്തെ കാണണമെങ്കിൽ നിരവധി പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. അങ്ങനെ അലറി വിളിച്ചിട്ടും ബുദ്ധൻ അനങ്ങിയില്ല. വലിയ വലിയ മരങ്ങൾ കടപുഴകി വന്ന് ബുദ്ധൻ്റെ ദേഹത്ത് തൊട്ടില്ല എന്ന മട്ടിൽ വന്ന് വീണു. എന്നിട്ടും ബുദ്ധൻ കുടുങ്ങിയില്ല. അപ്പോൾ വനപിശാചുക്കൾ വന്ന് ഇടിമുഴക്കം സൃഷ്ടിച്ചു. എന്നിട്ടും അനങ്ങുന്നില്ല. കത്തുന്ന തീയും പുകയുമായിട്ട് മിന്നൽ പിണറുകൾ ബുദ്ധൻ്റെ നെഞ്ചിലൂടെയും കണ്ണിലൂടെയും മിന്നൽ പിണറുകളും ഇടിമുഴക്കവും പായുകയാണ്. വേറെ ആരാണെങ്കിലും നിർത്തിയിട്ട് ഓടിക്കളയും. പക്ഷേ ബുദ്ധൻ അനങ്ങുന്നില്ല. കണ്ടോ? ബ്രഹ്മത്തെ കാണുന്നതിന് മുമ്പുള്ള കഠിന പരീക്ഷണങ്ങളാണ് പറയുന്നത്. മനസ്സിലായ? അത് കഴിഞ്ഞ് രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ അതീവ സുന്ദരികളായ മാദക സുന്ദരിമാര്, മദാലസകള്, അവർ വന്ന് ബുദ്ധനെ പ്രലോഭിപ്പിക്കാൻ നൃത്തം ചവിട്ടാൻ തുടങ്ങി. എന്നിട്ടും ബുദ്ധൻ വഴങ്ങിയില്ല. സാക്ഷാൽ വിശ്വാമിത്ര മഹർഷി പോലും പണ്ടങ്ങനെ പെണ്ണ് വന്ന് നൃത്തം ചവിട്ടിയപ്പം വീണുപോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആരെ കിട്ടിയില്ല? ബുദ്ധനെ കിട്ടിയില്ല. അപ്പൊ കാമദേവൻ വന്നു. കാമദേവൻ വന്നിട്ട് അമ്പുകൾ കൊണ്ട് താൻ അമ്പുകൾ പ്രയോഗിച്ച് യശോദയെ പോലെ ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു. എന്നിട്ട് അവർ വന്നു. കണ്ടാൽ യശോദ, സംസാരവും എല്ലാം യശോദ.
അവർ വന്ന് ബുദ്ധനോട് പറഞ്ഞു, പ്രാണനാഥ, ഞാൻ അങ്ങയുടെ ഭാര്യയാണ്, യശോദയാണ്, അങ്ങയെ കാണാൻ വന്നതാണ്, എനിക്ക് അങ്ങില്ലാതെ ജീവിക്കാൻ വയ്യ. നമ്മുടെ മകൻ രാഹുലൻ അങ്ങയ്ക്ക് വേണ്ടി കേഴുന്നു, വരൂ പ്രാണനാഥ, വരൂ പ്രാണനാഥ എന്ന് പറഞ്ഞു. അപ്പോൾ ബുദ്ധൻ പതുക്കെ സംസാരിച്ചു. ബുദ്ധൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട യശോദയുടെ രൂപം എടുത്തതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ ശപിക്കുന്നില്ല. എന്തു പറയുന്നു? ഇവിടെ നിൽക്കുന്നോ നീ പോകുന്നോ? അവർ ഭയന്നുപോയി. അപ്പോഴേ അപ്രത്യക്ഷമായി. എന്നിട്ടും പരബ്രഹ്മം അത്രയ്ക്ക് ഭയങ്കരമാണ്, ബ്രഹ്മത്തെ അങ്ങനെ കാണാൻ പറ്റില്ല. എന്നിട്ടും ബ്രഹ്മം പരീക്ഷണം നിർത്തിയില്ല. ബ്രഹ്മം കാളസർപ്പങ്ങളെ വിട്ടു. കാളസർപ്പങ്ങൾ വന്നിങ്ങനെ ചീറ്റാൻ തുടങ്ങി. ഭൂതം വന്ന് അലറി വിളിക്കാൻ തുടങ്ങി. അവർ ബുദ്ധന്റെ ചെവിയുടെ അടുത്ത് വന്നാണ് സർപ്പങ്ങൾ ചീറ്റുന്നത്. പക്ഷെ തൊടാൻ പറ്റില്ല ബുദ്ധനെ. പക്ഷെ ആ ചീറ്റൽ കേട്ടിട്ട് ബുദ്ധൻ അല്പം പോലും അനങ്ങിയില്ല. വലിയ പാറക്കെട്ടുകൾ ഭയങ്കര ശബ്ദത്തിൽ ഇടിഞ്ഞു വന്ന് വീണു ബുദ്ധനെ തൊട്ടില്ല എന്നുള്ള മട്ടിൽ നിന്നു. അപ്പോഴും ബുദ്ധൻ അനങ്ങിയില്ല. കൊടും മഴ പെയ്തു. കൊടും മഴയും ഇടിയും, നക്ഷത്രങ്ങൾ വരെ അടർന്നു വീണു. നരകത്തിന്റെ അധിപന്മാര് സൈന്യത്തെ വിട്ടു. മനസ്സിലായില്ലേ? എന്നിട്ടും ബുദ്ധൻ കുടുങ്ങുന്നില്ല. കണ്ടില്ലേ? ബ്രഹ്മത്തെ കാണാൻ ഭട്ടതിരിപ്പാട് ദുഷ്പ്രാപ്യം എന്ന് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ലേ? ദുർലഭം എന്ന് പറഞ്ഞത് മനസ്സിലായ? ആദ്യത്തെ ശ്ലോകത്തിൽ ദുർശാപ്യം, ഒന്നാം ശ്ലോകത്തിൽ ദുഷ്പ്രാപ്യം. ഇതിനകത്ത് എന്താ പറഞ്ഞത്? ദുർലഭ്യമാണെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ദുർലഭ്യം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായ? സാക്ഷാൽ ബുദ്ധന് പോലും ഇത് കിട്ടാനായിട്ട് എന്തുമാത്രം പാടുപെട്ടു എന്നുള്ളതാണ് നിങ്ങൾ അറിയേണ്ടത്. അപ്പോൾ എന്താ പറയുന്നത്? ഇത്രയും നേരം ആരുടെ മുമ്പിൽ വന്ന് നിന്ന് പരീക്ഷണങ്ങൾ നടത്തി? ശ്രീബുദ്ധന്റെ മുന്നിൽ വന്ന് പരീക്ഷണങ്ങൾ നടത്തി. പക്ഷേ ബുദ്ധൻ അനങ്ങിയില്ല. അപ്പോഴേക്കും ബുദ്ധന്റെ മനസ്സിലൂടെ താൻ പിന്നിട്ട 550 ജന്മങ്ങൾ കടന്നുപോയി. മനസ്സിലായ? 550 ജന്മങ്ങൾ. ഈ നാരായണീയം കേൾക്കുന്ന പ്രേക്ഷകർ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ ബുദ്ധന്റെ മനസ്സിലൂടെ തെളിഞ്ഞു വരികയാണ്. 550 ജന്മങ്ങൾ ബുദ്ധൻ, അതായത് 551ാമത്തെ ജന്മമാണ് ബുദ്ധൻ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, 550 ജന്മങ്ങളിൽ ബുദ്ധൻ കാണുന്നു 550 പിതാക്കന്മാര്, 550 മാതാക്കള്, 550 മക്കള്. മനസ്സിലായ? 550 സഹോദരങ്ങള്. ഇത് നിങ്ങൾക്ക് ഈ ശ്ലോകത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളുടെ മക്കളെ എന്നൊക്കെ പറഞ്ഞ് കിടക്കുകയില്ലേ, ഈ ജന്മം കിട്ടിയെന്നും പറഞ്ഞ്. മനസ്സിലാക്കുക, ബുദ്ധൻ കാണുകയാണ് തനിക്ക് 550 അച്ഛന്മാരുണ്ടായിരുന്നു, 550 മക്കളുണ്ടായിരുന്നു. 550 ജന്മങ്ങളിലും ഇവരെല്ലാം വ്യത്യസ്തമായിരുന്നു. ഇപ്പോൾ ഉള്ളത് 551ാമത്തെ ജന്മത്തിലെ പിതാവാണുള്ളത്. അങ്ങനെ നിവർത്തിയില്ലാതെ വന്നപ്പോൾ അതാ ആ പ്രകാശം തെളിയുകയായി. ബുദ്ധന്റെ മുന്നിൽ ആ പ്രകാശം തെളിയുകയായി. പൊടുന്നനെ ആ ദിവ്യപ്രഭ ബുദ്ധന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. പരബ്രഹ്മം പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ ആലോചിച്ചു നോക്ക്, എത്ര ദുർലഭമാണ്. അതാണ് ഭട്ടതിരിപ്പാട് ആദ്യം ഉപയോഗിച്ച പദപ്രയോഗം, ദുർലഭം. അപ്പൊ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായില്ലേ? പരബ്രഹ്മത്തെ അങ്ങനെ കിട്ടില്ല. കിട്ടണമെങ്കിൽ ഭഗവാൻ പരീക്ഷിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പരീക്ഷിക്കുമ്പോഴൊക്കെ ഭഗവാന്റെ ആഗ്രഹമുണ്ട്, നിങ്ങൾ ജയിക്കണം, ഭഗവാൻ തോക്കണം. ബുദ്ധനെ പരീക്ഷിക്കുമ്പോഴും ഭഗവാൻ പരബ്രഹ്മം ആഗ്രഹിക്കുന്നത് ബുദ്ധൻ ജയിക്കണമെന്നാണ്. പക്ഷെ അത്രയ്ക്ക് മനഃശക്തി വേണം ഈ പരബ്രഹ്മത്തെ കിട്ടാനായിട്ട്. ആ മനഃശക്തി ഇല്ലാത്തവന് പറ്റില്ല. ആ മനഃശക്തി ഉണ്ടാക്കി എടുക്കാനാണ് ഈ പരീക്ഷണം, അല്ലാതെ വേറെ ഒന്നുമല്ല. നിങ്ങൾക്ക് ആ മനഃശക്തി ഇല്ലാതെ ആ പരബ്രഹ്മത്തെ കാണാൻ പോലും പറ്റില്ല. കണ്ണ് അപ്പോഴേ പീസായി പോവും, അന്ധനായി പോവും. അതിന് നിങ്ങളെ പ്രാപ്തരാക്കുകയാണ്. അപ്പം ബുദ്ധനെ പരീക്ഷിക്കുമ്പോഴും ആ പരബ്രഹ്മം, അതായത് ഭഗവാന്റെ ആഗ്രഹം നിങ്ങൾ ജയിക്കണമെന്നാണ്, പരബ്രഹ്മത്തിന് തോക്കണമെന്നാണ് ആഗ്രഹം. മനസ്സിലായില്ലേ? ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പം അതിനുവേണ്ടി ഓരോ പരീക്ഷണങ്ങളും നടത്തും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു തരാം. കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ എന്നെ വിളിച്ചിരുത്തി കളിക്കുന്ന ഒരു കളിയാണ്.
അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് എന്നെ പിടിച്ച് മുമ്പിൽ ഇരുത്തിയിട്ട് അപ്പോൾ നമുക്ക് ആലോചിക്കുമ്പോൾ അമ്മ മരിച്ചുപോയി പാവം അല്ലേ, അതൊക്കെ നമുക്ക് ചിന്തിക്കുമ്പോൾ. അപ്പോൾ ഇങ്ങോട്ട് ആലോചിച്ചു നോക്കേ. അപ്പം മനസ്സിലായില്ലേ, അമ്മ മരിച്ചു, അത് അമ്മ പൊയ്ക്കഴിഞ്ഞു. അപ്പം അമ്മ എന്നെ വിളിച്ച് മുമ്പിൽ ഇരുത്തിയിട്ട് അപ്പോൾ ഒരു കാര്യം കൂടെ ആലോചിക്കുക, ഇതെൻ്റെ ഈ ജന്മത്തെ അമ്മയാണ്. കഴിഞ്ഞ ജന്മം എനിക്ക് വേറെ അമ്മയായിരുന്നു, അതിൻ്റെ അടുത്ത ജന്മം എനിക്ക് വേറെ അമ്മയായിരുന്നു, ഇനി ഞാൻ അടുത്ത ജന്മം എനിക്ക് ദൈവം തന്നാൽ അത് വേറെ അമ്മയാണ്. അപ്പോൾ ഓരോ ജന്മത്തും നമ്മുടെ അമ്മമാർ വേറെയാണ്. അപ്പോൾ എന്നെ എൻ്റെ അമ്മ പിടിച്ച് അടുത്തിരുത്തിയിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും, മോനെ കാട്ടിൽ പോകാൻ കൂട്ടുവരാമോ? അപ്പോൾ ഞാൻ പറയും വരാമേ. അപ്പോൾ അമ്മയുടെ ഒരു ചോദ്യമുണ്ട്, മയിലിനെ കണ്ടാ പേടിക്കുമോ? അപ്പോൾ ഞാൻ ചോദിക്കും, എന്തിന് മയിലിനെ കണ്ടാ പേടിക്കുന്നു? അപ്പം അമ്മയുടെ ചോദ്യം, കുയിലിനെ കണ്ടാ പേടിക്കുമോ മോൻ? അപ്പം ഞാൻ പറയും, ഇല്ല, കുയിലിനെ കണ്ടാ ഞാൻ പേടിക്കില്ല. അപ്പം അമ്മ പറയും, കുറുക്കൻ ചാടിയാ പേടിക്കുമോ? പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഒട്ടും നനയ്ക്കാതെ അമ്മ കണ്ണിനകത്ത് ശക്തമായി ഊതും, ഫൂ എന്നങ്ങ് ഊതും. നമ്മളെ കണ്ണടഞ്ഞു പോകാതിരിക്കുന്നത് എങ്ങനെ? നമ്മൾ പേടിക്കരുതെന്നാണ് അമ്മയ്ക്ക് ആഗ്രഹം. നമ്മൾ പേടിക്കരുത്, പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു? പേടിച്ചു പോകുന്നു. അപ്പോൾ ഈ കളിയിൽ രണ്ടുപേരും തോറ്റു, ഞാനും തോറ്റു, അമ്മയും തോറ്റു. ഇതുപോലെ തന്നെയാണ് ഭഗവാന്റെ കാര്യവും. ഭഗവാൻ നിങ്ങളെ ലൗകിക സുഖത്തിൽ നിന്ന് മുക്തരാക്കാൻ, നിങ്ങൾ ഈ ലൗകിക സുഖമാണ് ഏറ്റവും വലുതെന്ന് കരുതുന്നു. കണ്ണുകൊണ്ട് കാണുന്ന മയിലിൻ്റെ ഭംഗിയും, മനസ്സിലായില്ലേ, കുയിലിൻ്റെ നാദവും മക്കളും, ഇതൊക്കെ ഇതിൽ നിന്ന് മുക്തരാക്കാൻ വേണ്ടി അങ്ങനെ നിങ്ങളെ മോചിപ്പിച്ചിട്ട് ഏറ്റവും ദുർലഭമായ, കിട്ടാൻ പ്രയാസമുള്ള ബ്രഹ്മത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ചില സമയത്ത് ഭഗവാൻ വന്ന് നിങ്ങളുടെ മുഖത്ത് ശക്തമായിട്ട് ഊതും. മനസ്സിലായില്ലേ? പേടിക്കരുതെന്നാണ്, കണ്ടാ പേടിക്കുമോ എന്നാണ്, ശക്തമായിട്ട് ഊതും. അപ്പം നിങ്ങളുടെ കണ്ണുകൾ ആ കാറ്റിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട പലരുടെയും കണ്ണുകൾ അടഞ്ഞെന്നിരിക്കും. അതിനെ നമ്മൾ മരണമെന്ന് വിളിക്കാം, അല്ലെങ്കിൽ ബന്ധം വേർപെടുക എന്ന് വിളിക്കാം. അതായത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നിങ്ങൾക്ക് ഭയങ്കരമായി ആഗ്രഹിക്കുന്നതിനെ അങ്ങ് എടുത്തു മാറ്റുകയാണ്. കാരണം നിങ്ങൾ അതിനകത്ത് കുരുങ്ങിക്കിടക്കുകയാണ്. മനസ്സിലായില്ലേ? മകൻ അല്ലെങ്കിൽ മകൾ അവർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ജീവിത അവസാനം വരെ ദുഃഖിക്കും. ഭഗവാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ മകനോ മകളോ മരിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ഉദ്ദേശിക്കുന്ന എന്താണ്? നിങ്ങൾക്ക് മോചനം തരാൻ ഭഗവാൻ തീരുമാനിക്കുമ്പോഴാണ് ഭഗവാൻ അത് ചെയ്യുന്നത്. നിങ്ങൾ കുറേ ജന്മങ്ങളായി ഭഗവാനെ വിളിക്കുന്നു, അപ്പം നിങ്ങൾക്ക് മോക്ഷപ്രാപ്തി തരണം. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഒട്ടല് മൊത്തം മക്കളോടാണ്. അപ്പം അതിനെ അങ്ങ് എടുത്തു മാറ്റും. മനസ്സിലേ? അതിനെ എടുത്തു മാറ്റിയാലല്ലേ പറ്റൂ. സാക്ഷാൽ ശ്രീബുദ്ധൻ പോലും തൻ്റെ പുത്രനെ, അല്ലേ, ഒരു ദിവസം പ്രായമായ പുത്രനെ ഉപേക്ഷിച്ചിട്ടല്ലേ പോയത്. പുത്രനെ ഉപേക്ഷിച്ചപ്പോഴാണ് ബുദ്ധൻ ഏത് കിട്ടിയത്? ബ്രഹ്മം കിട്ടിയത്. ബുദ്ധൻ അവിടെ ഇരുന്ന് തൻ്റെ മകനെയും യശോദയെയും കെട്ടിപ്പിടിച്ച് കൊട്ടാരത്തിൽ കഴിഞ്ഞിരുന്നെങ്കിൽ പരബ്രഹ്മത്തെ കിട്ടുമോ? അപ്പം നിങ്ങളെ അതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് എടുക്കുന്നത്. ഭാര്യാഭർത്തൃബന്ധത്തിലും അങ്ങനെ തന്നെ. അമിതമായിട്ട് ആ ബന്ധത്തിലേക്ക് പോയി നിങ്ങൾ വരാതിരിക്കാനാണ്, നിങ്ങളെ രക്ഷപ്പെടുത്താനാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്? ആ ബന്ധം വേർപെടുത്തുന്നത്. അങ്ങനെ നിങ്ങളെ ആ ആസക്തിയിൽ നിന്ന് മോചിപ്പിക്കാൻ ഭഗവാൻ ചെയ്യും. നമ്മളാകട്ടെ അപ്പം എന്ത് ചെയ്യും? ബന്ധം വേർപെട്ട് കഴിഞ്ഞാൽ ഉടനെ അടുത്ത പരസ്യം കൊടുക്കും. യുവതി ഇത്ര വയസ്സ്, കാണാൻ കൊള്ളാം, ഇന്ന ജാതി, വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു. ഭഗവാൻ നിങ്ങൾക്ക് ബ്രഹ്മത്തെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചാലും സമ്മതിക്കത്തില്ല. അടുത്തതിരിക്കട്ടെ. മകൻ മരിക്കുകയാണെങ്കിലോ ആ ദുഃഖത്തിൽ ജീവിതാവസാനം വരെ കടന്ന് കരയും. ബന്ധം വേർപെട്ടാലോ ഉടനെ നമ്മൾ അടുത്തത് കെട്ടാനായിട്ട് ആഗ്രഹിക്കും. അങ്ങനെ നിരന്തരം നിങ്ങൾ ഭഗവാനെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് ഭഗവാൻ എടുത്തു മാറ്റുമ്പോഴേ വിചാരിച്ചോളണം നിങ്ങളോട് ഭഗവാൻ അത്രയ്ക്ക് സ്നേഹമുണ്ടെന്ന്. അത്രയ്ക്ക് സ്നേഹം ഉണ്ടെങ്കിലേ ചെയ്യത്തുള്ളൂ. അത് മനസ്സിലാക്കുക. എനിക്ക് പ്രിയപ്പെട്ടത് പലതും ഞാൻ ആ രാധാഭക്തനായ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പ്രിയപ്പെട്ടതെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എൻ്റെ അറ്റാച്ച്മെൻറ്റ് അതിലങ്ങ് ദൃഢമായപ്പോൾ ആ അറ്റാച്ച്മെൻറ്റ് ഉള്ളതിനെയൊക്കെ എൻ്റെ രാധാറാണി അമ്മ എടുത്തു മാറ്റി. കാരണം പരബ്രഹ്മത്തെ കാണിച്ചു തരാൻ ഞാനത് മനസ്സിലാക്കി സന്തോഷമായി. അപ്പം നിങ്ങളുടെ മക്കൾ മരിച്ചു പോയാൽ ഈ പുത്രനോടുള്ള ആസക്തിയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ലൗകിക ജീവിതത്തിൽ അകറ്റുന്നത്. അത് മാറ്റാൻ ഭഗവാൻ ശ്രമിച്ചു എന്നാണ്.
വിവാഹബന്ധം വേർപെട്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ആസക്തി കുറയ്ക്കാൻ ഭഗവാൻ ശ്രമിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ വെച്ച് നിങ്ങൾ ഭഗവത് ഭക്തിയിലേക്ക് തിരിയുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ഭഗവാനെ തോൽപ്പിക്കണമെന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഭഗവാനെ തോൽപ്പിച്ച ഒരാളുണ്ട്, അറിയാമോ? ആർക്കെങ്കിലും പറയാമോ ഭഗവാനെ തോൽപ്പിച്ച ആളാരാണെന്ന്? ആരാണ്? പൂന്താനം ഇല്ലേ? ആറ്റു നോറ്റിരുന്ന് ഈ മക്കളൊക്കെ മരിച്ച് ദുഃഖിക്കുന്നവര് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ ഇത് കേൾക്കണം. അല്ലെങ്കിൽ മക്കൾ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയി, മനസ്സിലായില്ലേ? ബന്ധം വേർപെട്ടു, അമ്മയുടെ കൂടെ അങ്ങ് പോയി മക്കള്, അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെ പോയി, എൻ്റെ മക്കൾ പോയേ എന്ന് പറഞ്ഞ് ദുഃഖിച്ചിരിക്കുന്നവര് പൂന്താനത്തിൻ്റെ കഥ കേൾക്കണം. ആറ്റു നോറ്റിരുന്ന് പ്രാർത്ഥിച്ചൊരു ഉണ്ണി ഉണ്ടായി. അതിൻ്റെ ചരട് കെട്ടിന് ആ ഉണ്ണിയെ കൊണ്ട് കട്ടിലിൽ കിടത്തിയിട്ട് മറ്റൊരുക്കങ്ങൾക്ക് പോയപ്പോൾ വന്നവരെല്ലാം ഈ ഡ്രസ്സ് എടുത്ത് ഉണ്ണിയുടെ പുറത്തോട്ടിട്ടു. അങ്ങനെ ഇട്ടിട്ട് ആ ഉണ്ണി ശ്വാസം മുട്ടി മരിച്ചുപോയി. ആ ചടങ്ങ് നടക്കുന്നതിന് മുമ്പ് പൂന്താനത്തിൻ്റെ ഭാര്യ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഇനി പറയാനൊന്നുമില്ല. ആ സമയത്ത് എല്ലാവരും പഴിച്ചു. പക്ഷേ പൂന്താനം അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഭഗവാനേ ശ്രീകൃഷ്ണ, അടിയന് മനസ്സിലായേ, ഈ കുഞ്ഞിനെ അടിയന് തന്നിരുന്നെങ്കിൽ, അടിയനൊരു കുഞ്ഞു വേണമെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞിനെ തന്നു. ചരടുകെട്ടിൻ്റെ ദിവസം വരെ ഓമനിക്കാൻ അവസരവും തന്ന ആഗ്രഹം തീർത്തു. പക്ഷെ ഇനി ഇതിനെ തന്നിരുന്നെങ്കിൽ അടിയൻ ഭഗവാനെ മറന്നിട്ട് ഈ കുഞ്ഞിൻ്റെ പിന്നാലെ പോയേനായിരുന്നു. എന്നിട്ടാണ് പൂന്താനം പറഞ്ഞത്, നിങ്ങൾക്ക് വിഷമമില്ലേ ആറ്റുനോറ്റിരുന്ന ഉണ്ണി പോയപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ പൂന്താനം പറഞ്ഞു, ഉണ്ണികൃഷ്ണൻ അല്ലേ, ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. ഭഗവാൻ ഫ്ലാറ്റ്, ഭഗവാൻ തോറ്റുപോയി. മനസ്സിലായില്ലേ? പൂന്താനം ഭഗവാനെ തോൽപ്പിച്ചു കളഞ്ഞു. സ്വന്തം മോൻ്റെ ജീവനങ്ങ് എടുത്തപ്പം പറയുകയാണ്, എന്തിനു മോൻ, എൻ്റെ മോനുണ്ടല്ലോ കണ്ണൻ, ഉണ്ണിക്കണ്ണൻ മനസ്സിൽ ഇങ്ങനെ കളിക്കുകയല്ലേ, വേറെ ഉണ്ണികൾ എനിക്കെന്തിന്? തോറ്റുപോയി, ഭഗവാൻ തോറ്റുപോയി. അതുകൊണ്ട് ഭഗവാൻ എന്ത് സംഭവിച്ചു? സാക്ഷാൽ പൂന്താനത്തെ ഉടലോടെ കൊണ്ടുപോക്കളഞ്ഞു. അങ്ങനെ ഉടലോടെ എല്ലാവരെയും കൊണ്ടുപോയിട്ടില്ല, ഉടലൂടെ ഇട്ടട്ടേ പോകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക. അപ്പം അത്രയ്ക്ക് ദുർലഭമാണ് ഭഗവാനെ കിട്ടാൻ. അപ്പം നിങ്ങൾക്ക് ആ ആദ്യത്തെ വരിയുടെ അർത്ഥം മനസ്സിലായില്ലേ? ഏവം ദുർലഭ്യ, മനസ്സിലായില്ലേ? വസ്തുന്യപി. ഇനി അടുത്ത വരി നോക്കേ, മേൽപ്പത്തൂർ എഴുതിയിരിക്കുന്ന അടുത്ത വരി, സുലഭതയാ ഹസ്തലബ്ധേ. സുലഭതയാ ഹസ്തലബ്ധേ. സുലഭതയാ എന്ന് പറഞ്ഞാൽ സുലഭമായി, ധാരാളമായി, ഹസ്തം കൈ, ലബ്ധേ ലഭിച്ചിരിക്കുന്നു. അപ്പൊ സുലഭതയാ ഹസ്തലബ്ധേ, നിങ്ങൾക്ക് ദാണ്ട നിങ്ങളുടെ ഉള്ളം കയ്യിൽ ഭഗവാനെ കിട്ടിയിരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബുദ്ധനും മറ്റും നേടാൻ പാടുപെട്ട ആ പരബ്രഹ്മം, ആ ബ്രഹ്മത്തെ, ഇത്രയും ദുർലഭമായ ബ്രഹ്മത്തെ നിങ്ങളുടെ കൈവെള്ളയിൽ കിട്ടിയിരിക്കുന്നു. മനസ്സിലായ? കൈവെള്ളയിൽ കിട്ടിയിരിക്കുന്നു. സാക്ഷാൽ ബുദ്ധനാകട്ടെ അത് ഒരിക്കലേ കണ്ടിട്ടുള്ളൂ, ആ ബ്രഹ്മത്തെ ഒരിക്കലേ കണ്ടിട്ടുള്ളൂ. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം. പക്ഷെ നിങ്ങളതിൻ്റെ മാഹാത്മ്യം തിരിച്ചറിയുന്നില്ല. കാരണം ഗുരുവായൂർ അമ്പലത്തിൻ്റെ ശ്രീകോവിലിനകത്തങ്ങനെ വിലസുകയാണ് ആ ബ്രഹ്മം, വിലസുകയാണ്. ഓരോ സമയത്ത് ഓരോ രീതിയിൽ, ചില സമയത്ത് അങ്ങനെ ഓടക്കുഴലൂതി നിൽക്കും, ചില സമയത്ത് അലങ്കരിച്ച് കയ്യിൽ വെണ്ണയുമായിട്ട് ഉണ്ണി കണ്ണനായിട്ട് നിൽക്കുന്നത് കാണാം. മനസ്സിലായില്ലേ? പല പല രൂപത്തിൽ അങ്ങനെ ആ ബ്രഹ്മം ഗുരുവായൂർ അമ്പലത്തിൽ വിലസുകയാണ്. നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾക്ക് എത്ര വട്ടം ആ ബ്രഹ്മത്തെ കാണാൻ പറ്റും? നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ അത്? നിങ്ങൾ ഓരോരുത്തരും സ്വയം മനസാക്ഷിയോട് ചോദിച്ചു നോക്കിയാൽ, നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയാൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഞാൻ ചെയ്യുന്നത് ഗുരുവായൂരപ്പനെ കാണും, കണ്ടിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് വീണ്ടും ക്യൂവിൽ നിൽക്കും. മനസ്സിലായില്ലേ? നമ്മൾ കണ്ടിട്ടിറങ്ങും, ഇറങ്ങിയിട്ട് നമുക്ക് ചിലപ്പോൾ 1-1.5 മണിക്കൂറോ ക്യൂ നിന്നിട്ടായിരിക്കും. പുറത്തിറങ്ങിയിട്ടൊന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ പോയിട്ട് വന്ന് വീണ്ടും ക്യൂ നിൽക്കും. രാവിലെ 2 നേരം നിൽക്കും പോയി കഴിഞ്ഞാൽ. പിന്നെ വൈകുന്നേരവും അതേ കണക്ക് തന്നെ പോയി ഭഗവാനെ കാണും, വീണ്ടും ക്യൂ നിൽക്കും. കാരണം ബ്രഹ്മം
ബുദ്ധൻ പോലും ഒരിക്കലേ കണ്ടിട്ടുള്ളൂ ബ്രഹ്മത്തെ. പക്ഷെ കലിയുഗത്തിലെ ജനങ്ങൾക്ക് ഇത് സ്ഥിരം കാണാം. നിങ്ങളെങ്ങനല്ല, ഗുരുവായൂർ പോയി ക്യൂ കണ്ട് ക്യൂവിൽ നിന്ന് ഭഗവാനെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കൊരാശ്വാസം, ഓ കണ്ട്, അതിന് ചുറ്റും ഒരു വലത്തുമൊക്കെ വെച്ച് പ്രസാദവും വാങ്ങിച്ച് തിരിച്ചിറങ്ങി അടുത്ത കടയിൽ കയറി മസാല ദോശ അടിക്കും. ഇടേ ആ ബ്രഹ്മത്തെ ഒരു വട്ടം കണ്ട് തൃപ്തി അടയുന്ന നിങ്ങളുടെ മണ്ടയ്ക്കൊന്ന് തരണം. അതാണ് വേണ്ടത്. മനസ്സിലായ? ശ്രീകോവിലിനകത്ത് വിലസി ബുദ്ധന് പോലും ഒരിക്കൽ മാത്രം കാണാൻ ഭാഗ്യം ലഭിച്ച ആ ഭഗവാൻ ശ്രീകോവിലിനകത്ത് വിലസമ്പം ഒരു വട്ടം കണ്ടിട്ട് ക്ഷേത്രത്തിന് ചുറ്റും വലത്തും വെച്ച് പ്രസാദവും വാങ്ങിച്ച് അടുത്ത കടയിൽ മസാല ദോശ അടിക്കാൻ പറ്റുന്ന നിങ്ങളെ കൈ കിട്ടിയാൽ നിങ്ങളുടെ മണ്ടയ്ക്കൊന്ന് തരണം. അവിടെ നിന്ന് ഇറങ്ങടേ, വീണ്ടും നിൽക്കടേക്കൂ, രണ്ടാമതും കയറി കാണടേ. പിന്നെ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ രണ്ടാമതും കയറി കണ്ടിട്ട് മൂന്നാമത് 1000 രൂപ കൊടുത്തൊരു ടിക്കറ്റ് ഇടറേ, അതിൻ്റെ പ്രസാദവും കിട്ടും നിങ്ങൾക്ക്. അങ്ങനെ വീണ്ടും കയറി കാണും. ഞാനെങ്ങനെയാ ചെയ്യുന്നത്? ഞാൻ ഉച്ചയാകുമ്പോൾ അവിടെ എത്തും, 11 മണിക്ക് എത്തും, ഒരു 10-10:30 ആകുമ്പോൾ എത്തും. ഓടിപ്പോയി അന്നേരം ഒന്ന് കാണും. ഉച്ച കഴിഞ്ഞ് വീണ്ടും ഒന്ന് കയറും, അതിനുശേഷം വീണ്ടും ഒന്ന് കയറും. പിന്നെ പരിസരത്ത് അമ്പലങ്ങളിലൊക്കെ പോകും. വൈകുന്നേരം പറ്റുമെങ്കിൽ ചാൻസ് കിട്ടിയാൽ വീണ്ടും ഇടിച്ചു കയറും. രാവിലെ പോയി വീണ്ടും കയറും. പരബ്രഹ്മം, ആ ബ്രഹ്മം ശ്രീകോവിലിൽ വിലസുകയാണ്. എത്ര വട്ടം കാണാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മേൽപ്പത്തൂര് പറഞ്ഞിരിക്കുകയാണത്. എന്താണ്? സുലഭതയാ ഹസ്തലബ്ധേ, സുലഭമായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്? കയ്യിൽ കിട്ടിയാലും മനുഷ്യൻ തിരിച്ചറിയത്തില്ല, ഇല്ലേ? ബുദ്ധനാണെങ്കിൽ കഠിന തപസ്സനുഷ്ഠിച്ച് ഒടുവിൽ നിരഞ്ജന എന്ന കൊച്ചു നദി പോലും കടക്കാൻ പറ്റാതായി. അവസാനം ബുദ്ധൻ വിചാരിച്ചു ആഹാരം കഴിക്കണം. അങ്ങനെ ബുദ്ധൻ ആഹാരം കഴിച്ചപ്പോൾ ബുദ്ധന്റെ കൂടെ നിന്ന 5 സന്യാസിമാരും ബുദ്ധനെ വിട്ടുപോയി. അന്നാണ് ബുദ്ധന് ബോധോദയം കിട്ടുന്നത്. അപ്പോൾ ബുദ്ധനെ പോലെ മഹാനായ മനുഷ്യനെ കയ്യിൽ കിട്ടിയിട്ടും ഈ 5 എണ്ണം എന്ത് ചെയ്തു? വിട്ടുപോയി കഴിഞ്ഞു. മനസ്സിലായ? അപ്പോൾ ആ അടുത്ത വരിയുടെ അർത്ഥം, അപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത വരി മനസ്സിലായല്ലേ? ആദ്യം ഏവം ദുർലഭ്യ വസ്തുന്യവി, അത്രയും ഭാഗം ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തന്നു. പിന്നെ സുലഭതയാ ഹസ്തലബ്ധേ, അതും ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തന്നു. ഇനി അടുത്ത വരി നിങ്ങൾക്ക് വിവരിച്ചു തരാൻ പോവുകയാണ്. യദന്യത്, യദന്യത് അന്യമായ, മറ്റുള്ള എന്നാണ് അർത്ഥം. യദന്യത് അന്യമായ, മറ്റുള്ള, തന്വാ ശരീരം, വാചാ വാക്കുകൾ, ദിയാ മനസ്സ് അല്ലെങ്കിൽ ബുദ്ധി, വാ ഭജതി മറ്റു വിഷയങ്ങളെ ഭജിക്കുന്നു, ബദ ജന ജനങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വരി ഞാൻ വിവരിച്ചു തരാൻ പോവുകയാണ്. വളരെ ശ്രദ്ധിച്ചു കേട്ടോളണേ. യദന്യത്, യദന്യത് എന്ന് പറഞ്ഞാൽ അന്യമായ, മറ്റുള്ള, തന്വാ ശരീരം, വാച വാക്ക്, ദിയാ മനസ്സല്ലെങ്കിൽ ബുദ്ധി, വാ ഭജതി വിഷയങ്ങളിൽ മുഴുകുന്നു. അതാണ് ഭജതി, നമ്മുടെ സാധാരണ ഭജനയിരിപ്പല്ല, വിഷയങ്ങളിൽ മുഴുകുന്നു. ബധ, ബധ എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥമല്ല, കഷ്ടം, കഷ്ടം, ജന, ഈ ജനങ്ങള്. അപ്പൊ ഭട്ടതിരിപ്പാട് അടുത്ത വരിയിൽ പറഞ്ഞെന്താ? ഇത്രയ്ക്കു ദുർലഭമായ ഭഗവാനെ സാക്ഷാൽ ഗുരുവായൂരപ്പനെ കയ്യിൽ കിട്ടിയിട്ടും കഷ്ടം, കഷ്ടം. മനുഷ്യൻ ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും മറ്റു വിഷയങ്ങളിലും മുഴുകി കഴിയുന്നു. എന്തൊരു കഷ്ടമാണിത്! എന്തൊക്കെയാണ് ഈ മറ്റു വിഷയങ്ങളെന്ന് നമുക്ക് നോക്കാം. മനസ്സിലല്ലേ? ഭഗവാൻ ഗുരുവായൂരപ്പനെ കിട്ടിയിട്ടും പൂർണ്ണമായിട്ടും ഗുരുവായൂരപ്പനെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് എന്ന് പറഞ്ഞാൽ, ഗുരുവായൂരപ്പനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, ഇങ്ങനെ വല്ലപ്പോഴും മാസത്തിൽ ഒരിക്കൽ പോയി ഇങ്ങനെ ഒന്ന് കണ്ട് തൊഴുതിട്ട് പോയാൽ പോരാ. ആ ഗുരുവായൂരപ്പനെ നിങ്ങൾക്ക് ഉപാസിക്കുന്നതിന് നിങ്ങൾക്കും ഗുരുവായൂരപ്പനും ഇടയിൽ തടസ്സമായി നിൽക്കുന്നത് എന്താണ്? അതിൽ ഒന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് മക്കള്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് ഭഗവാനോട് അടുക്കാനുള്ള ഏറ്റവും വലിയ തടസ്സം ആരാണെന്ന് ചോദിച്ചാൽ മക്കൾ. സ്വാഭാവികമായിട്ടും നിങ്ങളൊരു ചോദ്യം ചോദിക്കാം, അപ്പോൾ പിന്നെ നമ്മളെ മക്കളെ നമ്മൾ നോക്കണ്ടേന്ന്. തീർച്ചയായിട്ടും നോക്കണം. മക്കളെ നിങ്ങൾ നോക്കണം, ഒട്ടരുതെന്നേ ഉള്ളൂ. മക്കൾ ജനിച്ചു, അവരെ നല്ല രീതിയിൽ പഠിപ്പിക്കേണ്ടതിനെ പഠിപ്പിക്കാൻ വിടുക, അവർക്ക് വേണ്ടുന്നതെല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കുക. അതിനപ്പുറത്തേക്ക് മാറി നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മക്കൾ പിന്നെ രോഗം കൊണ്ട് വലഞ്ഞാൽ അത് അവരുടെ കർമ്മദോഷമാണ്.
മക്കൾ വിവാഹബന്ധം വേർപെട്ട് നിൽക്കുന്നെങ്കിൽ അത് കഴിഞ്ഞ ജന്മത്തെ കർമ്മദോഷമാണ്. മക്കളെ ഒരു പരിധിയാക്കി വിടുക. അതൊക്കെ നിങ്ങൾ യൂറോപ്യൻസിനെ കണ്ടുപിടിക്കണം. യൂറോപ്യൻസ് അങ്ങനെയാണ്. അവർ ഒരു പരുവമായി കഴിഞ്ഞാൽ മക്കളെ അവരങ്ങ് വിട്ടേക്കുകയാണ്. ഒരു ഹൈസ്കൂൾ സെക്ഷൻ, കോളേജ് സെക്ഷനൊക്കെ വന്നാൽ പിന്നെ അവർ പോയി അങ്ങ് ജീവിച്ചോളും. നിങ്ങളോ അവരെ പറക്കമുറ്റാൻ അനുവദിക്കാതെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഓരോ അച്ഛനും അമ്മയും അഭിമാനത്തോടാണ് പറയുന്നത്, എൻ്റെ കുഞ്ഞിന് ഞാൻ എപ്പോഴും വേണം, അവൻ എൻ്റെ കൂടെ കിടന്നേ ഉറങ്ങത്തോളൂ. കണ്ടില്ലേ, അവൻ്റെയും കൂടെ വ്യക്തിത്വത്തെ നിങ്ങൾ ഇല്ലാതാക്കി മാറ്റുന്നതാണ്. അപ്പം മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് പറയുകയാണ്, പുരോഗതിക്ക് ഏറ്റവും വലിയ തടസ്സം മക്കള്, മകൻ, മകൾ. എന്തുകൊണ്ട് ഇത് തടസ്സമായി വരുന്നു? നിങ്ങളുടെ വിചാരം നിങ്ങൾക്ക് ഈ മക്കളെ ഫ്രഷായിട്ട് കിട്ടിയതാണെന്ന എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് നിങ്ങളുടെ മക്കൾ എവിടെയും ജനിച്ചിട്ടില്ലെന്നും നിങ്ങളുടെ മക്കൾ ഇതിനു മുമ്പ് ഒരിക്കലും ആരെയും അച്ഛ, അമ്മ എന്ന് വിളിച്ചിട്ടില്ലെന്നും എൻ്റെ മക്കളുടെ ആദ്യത്തെ ജന്മമാണെന്നും എൻ്റെ മക്കൾ എന്നെ മാത്രമാണ് ജീവിതത്തിൽ ആദ്യം അവൻ വാതുറന്ന് എന്നെയാണ് അമ്മ, അച്ഛ എന്ന് വിളിക്കുന്നതെന്നും ഇനി അടുത്ത ജന്മത്തും ഇവൻ എന്നെ വന്ന് അമ്മ, അച്ഛ എന്ന് വിളിക്കുമെന്നും അങ്ങനെയാണ് നിങ്ങൾ കരുതിയിട്ട് മോനെ, മോളെ എന്നും പറഞ്ഞ് കിടക്കുന്നത്. ഇതിനെയാണ് ഭഗവാൻ കഷ്ടം, ക്ഷുദ്രം എന്ന് പറയുന്നത്. എന്നിട്ട് ഭഗവാനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ മോനെയും മോളെയും ഒക്കെ സ്നേഹിക്കും. ഭഗവാനെ നിങ്ങൾ സ്നേഹിക്കുന്നതാകെ അമ്പലത്തിൽ പോകുമ്പം മാത്രം, പിന്നെ നാമം ചൊല്ലാൻ ബുക്ക് എടുക്കുമ്പം മാത്രം. ബാക്കി സമയമെല്ലാം എന്ത് ചെയ്യുന്നു? ഇവർക്ക് വേണ്ടി ചെലവഴിക്കുന്നു. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്കൊരു മോനുണ്ടെങ്കിൽ അവൻ കഴിഞ്ഞ ജന്മം വേറെ ആരെയോ അച്ഛ, അമ്മ എന്ന് വിളിച്ചു കിടന്ന്, അതിൻ്റെ മുമ്പ് വേറെ ആരെയോ അച്ഛ, അമ്മ എന്ന് വിളിച്ചു കിടന്നു. കണ്ടില്ലേ, ബുദ്ധൻ തൻ്റെ 550 ജന്മങ്ങൾ കണ്ടു. 550 മനുഷ്യരെയാണ് അച്ഛ, അമ്മ എന്ന് വിളിച്ചു പറഞ്ഞത്. അപ്പം നിങ്ങളുടെ മകൻ കഴിഞ്ഞ ജന്മത്ത് വേറെ ആരോ അവനെ തലതിരിച്ച് പഠിപ്പിച്ചു വിട്ടതുകൊണ്ടാണ് അവൻ ഇവിടെ ഈ കുഴപ്പങ്ങൾ കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വേറെ പല ട്യൂഷൻ സെൻ്ററിലും പഠിച്ച് വൃത്തികേടായിട്ട് ലാസ്റ്റ് നമ്മുടെ ട്യൂഷൻ സെൻ്ററിൽ വന്നു. ഇവൻ ഇപ്പം മാത്രമാണ് നിങ്ങളെ അടുത്ത് വന്നത്. അവൻ പലയിടത്ത് പഠിച്ച് അവൻ്റെ കയ്യിൽ ആ വേണ്ടാധീനങ്ങൾ മൊത്തം ഇരിക്കുക. അവനെ ഒറ്റയടിക്ക് റെഡിയാക്കാം, അവൻ്റെ കർമ്മദോഷം മാറ്റാം എന്ന് കരുതുന്നത് ക്ഷുദ്രം. അതാണ് ആ ക്ഷുദ്രം എന്ന വാക്കുകൊണ്ട് സാക്ഷാൽ നമ്മുടെ ഭട്ടതിരിപ്പാട് ഉച്ചരിക്കുന്നത്, വിചാരിക്കുന്നത്. ഓർമ്മിക്കുക, നിങ്ങളുടെ മകൻ കഴിഞ്ഞ ജന്മത്ത് വേറെ ആരെയോ അച്ഛ, അമ്മ എന്ന് വിളിച്ചു. ഇനി അടുത്ത ജന്മത്ത് അവൻ എന്ത് ചെയ്യും? വേറെ ആരെയോ അച്ഛ, അമ്മ എന്ന് വിളിക്കും. അപ്പം നിങ്ങൾക്ക് ഭഗവാനിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് ഇതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് ഭട്ടതിരിപ്പാട് പറഞ്ഞത്. മനസ്സിലായില്ലേ? തന്വ വാചാ ധിയ വാ ഭജ ഭജതി. ഭജതി എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. മനസ്സിലായില്ലേ? മറ്റു വിഷയങ്ങളിൽ നിങ്ങൾ മുഴുകുന്നു. അപ്പോൾ ഒന്നാമത്തെ നിങ്ങളുടെ തടസ്സം, ഭഗവാനെ കാണാനുള്ള ഒന്നാമത്തെ തടസ്സം മക്കളോടുള്ള അമിതഭ്രമം. ഞാൻ പറഞ്ഞല്ലോ, മക്കൾക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കുക. അവൻ പരീക്ഷയിൽ തോറ്റാൽ നിങ്ങൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. അവന് ജോലി കിട്ടുന്നില്ലെങ്കിൽ അത് അവൻ ശ്രമിക്കാത്തതാണ്, നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അവന് രോഗം വന്നാൽ അത് അവൻ്റെ കഴിഞ്ഞ ജന്മത്ത് അവൻ്റെ കയ്യിലിരിപ്പ്. നിങ്ങൾക്കെന്നല്ല, എനിക്കും ആർക്കും രോഗം വരുന്നത് നമ്മുടെ കഴിഞ്ഞ ജന്മത്തെയാണ്. ഓരോ വ്യക്തിയും അതിന് നിങ്ങൾ കൂടിയിരുന്ന് കരയേണ്ട ആവശ്യമില്ല. നിങ്ങൾ അവന് വേണ്ടുന്നത് ചെയ്തു കൊടുത്തിട്ട് ആ സമയവും കൂടെ ഭഗവാനെ വിളിക്കുക. അവന് അസുഖം വന്നാൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോ, നിങ്ങൾ കൂടിയിരിക്കുമോ. ആ കൂടിയിരിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സ് അവനേക്കാൾ കൂടുതൽ ഭഗവാനെ, ഗുരുവായൂരപ്പനെ സ്നേഹിക്കുക. ഇവൻ കുറേ കഴിയുമ്പോൾ ഒരു പെണ്ണിനെ കിട്ടിക്കഴിയുമ്പോൾ പോവും. അല്ലെങ്കിൽ നമ്മൾ ഓമനിച്ച് വളർത്തുന്ന മോളാണെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ളവരത്തന്നെ കിട്ടുമ്പോൾ അവൻ ചാടി പോകും. മനസ്സിലായില്ലേ? ലാസ്റ്റ് നമ്മളെ വൃദ്ധസദനത്തിലും കൊണ്ടാക്കി തരും. അപ്പം അതുകൊണ്ട് നമ്മുടെ നമ്പർ 1 ശത്രു എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവരെ ഉപേക്ഷിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. താമരയില വെള്ളത്തിൽ കിടക്കുന്നത് പോലെ വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കുക, ഒട്ടാതിരിക്കുക. അത്രയും സമയവും കൂടെ മക്കളെ മാറ്റിയിട്ട് ഭഗവാന് വേണ്ടി ചെലവഴിക്കുക. പിന്നെ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, രണ്ടാമതായിട്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു കാര്യം ആലോചിക്കണം. ഇവിടെ ശ്രീബുദ്ധൻ തൻ്റെ മകന്, ശ്രീബുദ്ധൻ യശോദയെ കാണാൻ വന്നപ്പോൾ യശോദ 12 വയസ്സുള്ള രാഹുലിനെ കൊണ്ടുവന്നിട്ട് പറയും, ദാ നിൻ്റെ അച്ഛൻ. മനസ്സിലായില്ലേ? നിൻ്റെ അച്ഛൻ എന്താടാ നിൻ്റെ കയ്യിൽ തരാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ രാഹുലിനെ വിളിച്ചിട്ട് തൻ്റെ ഭിക്ഷാപാത്രം കൊടുത്ത് രാഹുലിനെ സന്യാസിയാക്കിയ. ആലോചിച്ച് നോക്കെ, രാഹുലിനെ സന്യാസിയാക്കിയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ രാഹുലൻ അടുത്ത രാജാവാണ്.
പക്ഷേ രാജാവാകുമ്പോൾ അവന് കിട്ടുന്നതിൻ്റെ 10 മടങ്ങ് സുഖവും സന്തോഷവും ആനന്ദവും ബ്രഹ്മത്തെ കണ്ടാൽ കിട്ടും. ഇതൊക്കെ വെറും ക്ഷുദ്രമാണ് എന്ന് മനസ്സിലായതുകൊണ്ടാണ് തൻ്റെ മകനെ സന്യാസത്തിലേക്ക് കൊണ്ടുപോയത്. നിങ്ങളോ ആ മകനെ കെട്ടിച്ചു വിടാനേ നോക്കൂ. അവൻ സന്യാസത്തിലേക്ക് പോകാൻ പോയാലും നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, സമ്മതിക്കത്തില്ല. ഏതുപോലെ ശ്രദ്ധിച്ചു കേട്ടോളണം. പന്നി മലം ഭക്ഷിച്ചാ ജീവിക്കുന്നത്. അതിന് ജിലേബി കൊടുത്താൽ വേണ്ട. നിങ്ങൾ കാണുന്ന മക്കള്, സെക്സ്, പ്രണയം, ഇതൊക്കെ മലമാണ്. അതിനേക്കാൾ വലിയ ജിലേബി ഇരിപ്പുണ്ട്. ആ ജിലേബി കിട്ടാൻ വേണ്ടി, അതാണ് ഗുരുവായൂരപ്പനെ കാണുമ്പോഴുള്ള, ഗുരുവായൂരപ്പനെ ലയിക്കുമ്പോൾ ഉള്ള ആനന്ദം. അതിനു വേണ്ടിയാണ് തൻ്റെ മകനായ രാഹുലനെ സന്യാസം സ്വീകരിച്ചു കൊണ്ടുപോയത്. പിന്നെ മനുഷ്യൻ ഗുരുവായൂരപ്പനും അടുക്കാനായുള്ള രണ്ടാമത്തെ തടസ്സം ഏതാണ്? മനസ്സിലായില്ലേ? ഇപ്പം നമ്മുടെ പട്ടതിരിപ്പാട് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? സുലഭതയാ ഹസ്തലബ്ധേ യദ്യന്നതോ തന്നാ വാചാദിയാ വാ ഭജതി. വിവിധ വിഷയങ്ങളിൽ മുഴുകുന്നു. ആ വിഷയങ്ങൾ നമ്പർ 1, 2, 3 എന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. രണ്ടാമത്തത് സെക്സ് ആണ്. സെക്സ് എന്ന് പറഞ്ഞാൽ ഒരു നിമിഷത്തേക്ക് മാത്രം കിട്ടുന്നതാണ്. ആലോചിക്കുക. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെ ഗാഠമായി അയാൾ വാരിപ്പുണരും, അല്ലെങ്കിൽ അവൾ വാരിപ്പുണരും. ആ സുഖം കിട്ടുന്ന നിമിഷം ആ വാരിപ്പുണർ അയഞ്ഞു കഴിഞ്ഞു, അത് തീർന്നു കഴിഞ്ഞു. മനസ്സിലായില്ലേ? ആ നിങ്ങളോടുള്ള ആർത്തിയും സ്നേഹവും മുഴുവനും ഒറ്റയടിക്ക് തീർന്നു കഴിഞ്ഞു. അതുവരെ നിങ്ങളെ കെട്ടിപ്പിടിച്ച് ഇറുക്കിപ്പിടിച്ച് ചുംബിച്ചു കൊണ്ടിരുന്ന പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ ആ സുഖം കിട്ടുന്ന നിമിഷം ആ ഇറുക്കി പിടിച്ച പിടുത്തത്തിൻ്റെ പിടി അയഞ്ഞു കഴിഞ്ഞു. ആ പിടി അങ്ങ് പോയി കഴിഞ്ഞു. ഇനി ഒന്നും കൂടെ ആലോചിക്കുക. നിങ്ങളുടെ ഭർത്താവ് മരിച്ചു, അല്ലെങ്കിൽ ഭാര്യ മരിച്ചു, വലിയ നിലവിളിയാണ്. ഇതെല്ലാം കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ അവർ വേറെ വിവാഹം കഴിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ജീവിച്ചിരുന്നപ്പം നിങ്ങളോടൊത്ത് ശരീരബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന അവർ, ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളതിന് പറയും, നിന്റെ ജീവിതം കരിപ്പിടിപ്പിക്കാൻ ഇതാ വേറൊരാളെ കെട്ടെന്നൊക്കെ പറഞ്ഞ് കെട്ടും. ആ കെട്ടുന്ന രണ്ടാമത്തെ ആളുമായിട്ടിതാ വീണ്ടും കിടക്കയിൽ കിടന്ന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. അപ്പം നിങ്ങളിപ്പം നിങ്ങളുടെ ഭാര്യയുമായി ഭർത്താവുമായി ഈ സുഖത്തിൽ ഏർപ്പെടുമ്പോൾ ആലോചിക്കുക, നാളെ ഞാൻ മരിച്ചു പോയാൽ അത് മറ്റൊരാളുമായി ചേർന്ന്, പുരുഷനോ സ്ത്രീയോ, ഈ സുഖം അവർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനകത്ത് എന്താണ് താല്പര്യം? ഇതിനു വേണ്ടി കളയുന്ന സമയം, ഒരു ദിവസം നമ്മളെ കാമുകിയെ വിളിച്ച് എത്ര സമയം കളയും? കാമുകിയുള്ളവർ അത്രയും സമയവും കൂടെ നാരായണ നാരായണ എന്ന് ജപിക്കാം. വില്വമംഗലത്തിൻ്റെ കഥ അറിഞ്ഞൂടെ? ഒരു അമ്പലവാസിനിയെ വില്വമംഗലം സ്നേഹിക്കുന്നു. ആ സ്നേഹിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വില്വമംഗലം അവരെ കണ്ടോളാൻ വയ്യ. രാത്രി കാമം പൂണ്ടിട്ട് രാത്രി വന്നു. അപ്പോൾ ചൂട്ട് കത്തിച്ചുകൊണ്ട് വരികയാണ്. അണഞ്ഞുപോയി, വെള്ളത്തിൽ ചാടി, അവിടെ ഒരു തടിക്കഷണം കിടന്ന് പിടിച്ചു കയറി, അതീ പിടിച്ചുകൊണ്ട് നീന്തി കരക്കെത്തിയപ്പം മരത്തിൽ നിന്നൊരെണ്ണം തൂങ്ങിക്കിടന്ന് വള്ളി അതീ പിടിച്ച് കരയ്ക്ക് കയറി ചെന്നു. അപ്പോഴാണ് ആ സ്ത്രീ പറഞ്ഞത്, ഇത് എന്തിനാണ് കയറി വന്നത്? അപ്പോൾ അവരടയാളം പറഞ്ഞു. അപ്പോൾ പുറത്തിറങ്ങി മിന്നലിൻ്റെ വെളിച്ചത്തിൽ കാണുകയാണ് ശവത്തിൽ പിടിച്ചാ വന്നത്. ആ കാമം വന്നപ്പോൾ കാമത്തിൻ്റെ ഇതിൽ വില്വമംഗലം അറിയുന്നില്ല. ശവത്തിൽ പിടിച്ച് നീന്തി വന്നു. സർപ്പം, പാമ്പ് തൂങ്ങിക്കിടന്നതിനകത്താ പിടിച്ചു വന്നത്. അപ്പം അമ്പലവാസിയായ സ്ത്രീ പറയും, എന്നെ കാണാൻ വേണ്ടി നിങ്ങൾ കാണിച്ച ഈ ആർത്തിയുടെ പകുതി നിങ്ങൾ ദൈവത്തെ കാണാൻ വേണ്ടി ശ്രമിച്ചിരുന്നെങ്കിൽ പരമപദം പോകുമായിരുന്നല്ലോ. ഞെട്ടിപ്പോയി. ആ സമയത്ത് വില്വമംഗലം പിന്നെ അവിടെ സെക്സിന് വേണ്ടി നിന്നില്ല. അപ്പം മനസ്സിലായി സെക്സ് അത്ര മ്ലേച്ഛമാണെന്ന്. അപ്പോൾ വില്വമംഗലം ഇറങ്ങി. അവിടം തൊട്ടാണ് അദ്ദേഹം വില്വമംഗലം സ്വാമിയാരായിട്ട് മാറുകയും താൻ സെക്സിന് വേണ്ടി ചെന്ന ഈ സ്ത്രീ തന്നെ വലിയ പാഠം പഠിപ്പിച്ച ഗുരുവായി മാറിയതുകൊണ്ട് അവരെ പിന്നെ വില്വമംഗലം മാതാവായി കാണുകയും ചെയ്തു. പിന്നെ നമുക്ക് ഗുരുവായൂരപ്പന് നമ്മളുമായിട്ടുള്ള തടസ്സം വരുന്നത് അതാണ് ഭജതി എന്ന് പറഞ്ഞിരിക്കുന്നത്. വിഷയം, പല വിഷയങ്ങളിൽ മുഴുകുന്നു എന്ന് ഭട്ടതിരിപ്പാട് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഞാൻ പറയുന്നത്. അടുത്തത് പ്രണയം. ദുഃഖമില്ലാത്ത ഒരു പ്രണയമുണ്ടോ? നിങ്ങൾക്ക് കാണിച്ചു തരാമോ? പ്രണയിക്കുന്ന അവസരത്തിൽ തന്നെ രണ്ടുപേര് പ്രണയിക്കുന്നെങ്കിൽ എത്ര തവണ പിണങ്ങും? ആ പിണങ്ങുന്ന അവസരത്തിൽ നിങ്ങൾ എത്ര തവണ വിഷമിക്കും? ഒടുവിൽ വിവാഹം കഴിച്ചു കഴിയുമ്പോഴോ പ്രണയം കുറഞ്ഞു വരത്തില്ലേ? ഇത് കേൾക്കുന്നവരാലോചിക്കുക. അറേഞ്ച്ഡ് മാരേജ് ആണെന്നിരിക്കട്ടെ, ആ അറേഞ്ച്ഡ് മാരേജിൽ നിങ്ങൾ വിവാഹം നിശ്ചയിച്ചു കഴിയുമ്പം ഭയങ്കര പ്രണയത്തിലേക്ക് പോകുന്നു അല്ലേ? പക്ഷേ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി
അതുപോലെ തന്നെ കാമുക ബന്ധത്തിലും ഭയങ്കര പ്രണയത്തിലേക്ക് പോകുന്നു. അവർ കല്യാണം കഴിച്ചു എന്നിരിക്കട്ടെ, ആദ്യ രാത്രി, ഈ ആദ്യ രാത്രിയിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വാരിപ്പുണരുന്ന തീവ്രത, അത്രയും തീവ്രതയിൽ അത്രയും ശക്തമായ ആലിംഗനം ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കെ. ഇപ്പം നിങ്ങൾ 2 മക്കളുടെ അമ്മയായി, ആദ്യ രാത്രിയിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ചേർത്ത് വെച്ചൊരു വെപ്പുണ്ടല്ലോ, ആ തീവ്രത ഇപ്പോൾ ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ആ പ്രണയം പോലും ശാശ്വതമല്ല. കുറേ കഴിയുമ്പോൾ അത് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ദുഃഖമില്ലാത്ത പ്രണയമില്ല. ഈ പ്രണയത്തിൽ പോലും പരസ്പരം മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ പുരുഷനും, പുരുഷനെ മനസ്സിലാക്കാൻ സ്ത്രീക്കും ഒരിക്കലും പറ്റുന്നില്ല. ഒരു ഹംഗേറിയൻ എഴുത്തുകാരനായ സാന്തോർ മാറായിയുടെ ഒരു വലിയ നോവലുണ്ട്, എംബേഴ്സ് എന്ന് പറയുന്ന നോവല്. അതിനകത്ത് ഇതാണ്, ഒരു ഭർത്താവിന് ഭാര്യയെ സംശയമാണ്, അവർ തൻ്റെ സ്നേഹിതനുമായി അടുപ്പമുണ്ടെന്ന്. അപ്പോൾ തൻ്റെ ഹൃദയവികാരം മുഴുവൻ അവരൊരു ഡയറിയിൽ എഴുതി വെച്ചിട്ട് ഭർത്താവ് കാണത്തക്കവണ്ണം, വായിക്കാൻ തക്കവണ്ണം മാറ്റിവെക്കും. പക്ഷെ ഒരിക്കലും അയാൾ നോക്കിയിട്ടില്ല. അയാളെ വിചാരം അവന് വേണ്ടിയാണ് ഇത് എഴുതുന്നതെന്ന്. ഒടുവിൽ അവർ മരിച്ചിട്ടും അയാളത് വായിച്ചില്ല. അവന് വേണ്ടി എഴുതിയതല്ലേ, ശരിക്കും ഭർത്താവിന് വേണ്ടി എഴുതിയതാ. എന്നിട്ട് ആ സ്നേഹിതൻ വരുന്നു, അവൻ വിചാരിക്കുന്നത് ഞാൻ എന്തിനാ ഇവരുടെ ഡയറി വായിക്കുന്നത്, ആരും വായിച്ചില്ല. ഒടുവിൽ അതെടുത്ത് തീക്കുണ്ടത്തിനേക്കത്ത്, അവരുടെ അഗ്നിക്കകത്തേക്ക് തന്നെ ഇട്ടതാണ്. ആർക്കും നമ്മളെ മനസ്സിലാക്കാൻ കഴിയില്ല. ഓർമ്മിക്കുക നിങ്ങൾ, എവിടെയാണ് പ്രണയത്തിൽ ദുഃഖമില്ലാത്ത പ്രണയമില്ല? രാധാകൃഷ്ണ പ്രണയത്തിൽ പോലും ദുഃഖമില്ലേ? രാധയെ കാണാഞ്ഞ് കൃഷ്ണന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരടർന്നു വീണില്ലേ? എൻ്റെ ഇക്കഴിഞ്ഞ രാധയുടെ പ്രണയം എപ്പിസോഡിൽ ഉദ്ധവനോട്, വൃന്ദാവനം വിട്ട കൃഷ്ണൻ ഉദ്ധവനോട്, ഈ കഴിഞ്ഞ രാധയുടെ പ്രണയം എപ്പിസോഡിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഉദ്ധവനോട് രാധാജിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കൃഷ്ണന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വീഴുന്നത് കണ്ട് ഉദ്ധവൻ അന്തം വിട്ടുപോയില്ലേ? രാധാജിക്ക് ദുഃഖമില്ലേ? അപ്പൊ ദുഃഖമില്ലാത്തതായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. മനസ്സിലായില്ലേ? എല്ലാം നിങ്ങൾക്ക് ദുഃഖത്തിന് കാരണമാകുന്നു. പിന്നെ ഭഗവാനുമായിട്ടുള്ള കാര്യത്തിന് ധനം ഒരു വലിയ തടസ്സമാണ്. ധനം ഉണ്ടാക്കാനുള്ള ആർത്തി പിടിച്ചുള്ള ഓട്ടത്തിൽ ഭഗവാനെ മറന്നു പോകും. കണ്ടിട്ടില്ലേ ലോട്ടറി അടിച്ചവൻ ഒടുവിൽ പോകുന്നത്? ധനം കുഴപ്പമാണെന്നുള്ള ഇതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആവശ്യത്തിന് മതി, ആവശ്യത്തിൽ കൂടുതൽ. അപ്പോൾ ഭഗവാൻ, അതായത് ഭട്ടതിരിപ്പാട് പറയുകയാണ്, സാക്ഷാൽ പരബ്രഹ്മം ഗുരുവായൂരമ്പലത്തിൽ വന്ന് വിലസുമ്പോൾ ആ ഗുരുവായൂരപ്പനിൽ ലയിച്ചു ചേരാൻ, അത് ചേരാതെ നിങ്ങളുടെ മനസ്സ് പല പല വിഷയങ്ങളിൽ മുഴുകുന്നു. അതിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഞാൻ പറഞ്ഞത്. മക്കളോടുള്ള ആസക്തി, ഭർത്താവിനോട് ഭാര്യയോടുള്ള ആസക്തി, മക്കൾക്ക് അച്ഛനോട് അമ്മയോടുള്ള ആസക്തി, പിന്നെ സെക്സ്, പിന്നെ പ്രണയം, പിന്നെ ധനത്തോടുള്ള ആസക്തി. ഇത് മുഴുവൻ ഉപേക്ഷിക്കാൻ തയ്യാറായാലേ ഭഗവാനെ കിട്ടൂ, അല്ലാതെ ഭഗവാനെ കിട്ടില്ല. അതാ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. നിങ്ങൾ ഓർമ്മിക്കുക, ബുദ്ധ ഭഗവാൻ തൻ്റെ കൊട്ടാരത്തിൽ കിട്ടിയ സകല സുഖങ്ങളും ഉപേക്ഷിച്ചു. കൊട്ടാരത്തിൽ നിരവധി സുന്ദരിമാരുണ്ട്. അങ്ങനെ ഒരു ശാരീരിക ബന്ധത്തിന് ഒരു പഞ്ഞവുമില്ല. അതീവ സുന്ദരിമാരാണ്. തൻ്റെ കൊട്ടാരത്തെയും കൊട്ടാരത്തിൽ കണ്ട സുന്ദരിമാരെയും ഒടുവിൽ വിവാഹം കഴിച്ച ഭാര്യ മക്കൾ ബന്ധത്തിൽ അർത്ഥമില്ലെന്ന് കണ്ട് ഒരു ദിവസം പ്രായമായ കുഞ്ഞിനെയും അതിസുന്ദരിയായ ഭാര്യയെയും ഉപേക്ഷിച്ചതുകൊണ്ട് മാത്രമാണ് ബ്രഹ്മത്തെ കിട്ടിയത്. പക്ഷെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ആ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണമെന്നതൊന്നും ചെയ്തു കൊടുക്കാതിരിക്കുക എന്നല്ല, അവർക്ക് വേണമെന്നേക്ക് അവിടെ ചെയ്യാനായിട്ടെല്ലാം ഉണ്ട്. അതുകൊണ്ടാണല്ലോ അവരെ കാണാൻ വീണ്ടും തിരിച്ചു വന്നത്. ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതാണ് അയ്യോ പിന്നെ ഞങ്ങൾക്ക് മക്കളില്ലേ, മക്കളെ കളയാൻ പറ്റുമോ? അങ്ങനെ കളയാനല്ല പറയുന്നത്. മനസ്സിലായില്ലേ? അവരെ സുരക്ഷിതമായിട്ടേക്കും, അവരോട് ഒട്ടാതിരിക്കുക. ഇദ്ദേഹം അതല്ലേ, മോനോട് ഒട്ടിയില്ലല്ലോ, അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് താൻ കണ്ട ആനന്ദം മകന് പകർന്നു കൊടുക്കണം. അപ്പോൾ ആ മകനോട് സ്നേഹമുള്ളതുകൊണ്ടല്ലേ വന്ന് കൊണ്ടുപോയി. അല്ലാതെ അവന് അസുഖം വന്നാൽ ദുഃഖിക്കുന്നതിനെ സ്നേഹമെന്നല്ല വിളിക്കുന്നത്, മായ. അവൻ്റെ വിവാഹബന്ധം വേർപെടുത്തിയാൽ അതിൻ്റെ പേരിൽ നിങ്ങൾ ഉരുകുന്നതിനെ സ്നേഹവും നല്ല വിളിക്കുന്നത് മായ. അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പം നോക്കുക, ബുദ്ധനും വർദ്ധമാന വീരനുമൊക്കെ രാജാക്കന്മാരാണ്. അവര് ഈ രാജകൊട്ടാരവും സുഖസൗകര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഭഗവാനെ കിട്ടിയത്. അപ്പോൾ എന്നിട്ടും ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇതിലെ ഗുരുവായൂരപ്പനെ കിട്ടണമെങ്കിൽ
നമ്മുടെ മുന്നിൽ തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ഭഗവാനെ കിട്ടണമെങ്കിൽ ഈ ലൗകിക സുഖങ്ങളെ ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ, ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കളഞ്ഞ് കാട്ടി സന്യസിക്കാൻ പോകാനല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ സെൻസ് മനസ്സിലായല്ലേ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അടുക്കളയിൽ ഭർത്താവിന് ചോറും കറിയും വെച്ചു കൊടുത്ത് മക്കൾക്കുള്ള കാര്യവും നോക്കി നിൽക്കുമ്പം തന്നെ ഒട്ടാതെ നിർമ്മമമായി നിന്ന് കാര്യങ്ങൾ ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിൽ മനസ്സിലായില്ലേ, നിങ്ങളൊരു ഹോസ്റ്റൽ നടത്തുന്നു, 10 പിള്ളേർ പഠിക്കാൻ നിൽക്കുന്നു. അവർ പഠിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ അവർക്ക് ആഹാരം വെച്ച് കൊടുക്കും, അവർക്ക് പനി വന്നാൽ നിങ്ങൾ കൂടെ നിൽക്കും, അവർക്ക് ചികിത്സിക്കും, അവർക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കും. അവിടെ മാനസികമായ ഒട്ടലല്ല, ആ ഒട്ടലി നിങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. പക്ഷേ ഇതൊന്നും ചെയ്യാതെ നാളെ നഷ്ടപ്പെടുന്ന ഇവർക്ക് വേണ്ടി ഭഗവാനെ നിങ്ങൾ കളയുന്നല്ലോ എന്ന് കണ്ടിട്ടാണ് ക്ഷുദ്രൈ ദൈവ സ്ഫുടേയം. സ്ഫുടേയം വ്യക്തമായിട്ടും ഇത് ക്ഷുദ്രമാണെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ അതിൽ കുരുങ്ങിക്കിടക്കുന്നു. കഷ്ടം കഷ്ടം എന്ന് പറയുന്നു. മനസ്സിലായില്ലേ? കഷ്ടം കഷ്ടം എന്ന് ആര് പറയുന്നു? അദ്ദേഹം പറയുന്നു, മേൽപ്പത്തൂര് പറയുന്നു. ഒന്നും കൂടെ നിങ്ങൾ ആലോചിക്കുക. നമ്മൾ മരിച്ചാൽ മക്കൾ ചുടുകാട് വരെ വരും, വന്നിട്ട് പറയും, അമ്മ അച്ഛാ പൊയ്ക്കൊള്ളൂ, ബൈ ബൈ, സീ യു. അവരടുത്ത കാര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മനസ്സിലായില്ലേ? അവരടുത്ത കാര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി എന്തിനാ പറയുന്നത്? നിങ്ങൾ മരിച്ചു, നിങ്ങൾ ഭയങ്കരമായിട്ട് ലാളിക്കുന്ന മക്കളാ, നിങ്ങളുടെ ആത്മാവ് അവിടെ തങ്ങി നിൽപ്പുണ്ടെന്ന് പറയുകയാണ്. ഈ മക്കൾ ഓടിപ്പോയി ജ്യോത്സ്യരെ കണ്ടിട്ട് ചോദിക്കും, ജ്യോത്സ്യരെ ഓടിച്ചു തരാൻ വല്ല മാർഗമുണ്ടോ? ഉണ്ട്. ഇന്നെൻ്റെ അമ്മയുടെ ആത്മാവല്ലേ, അതിവിടെ നിൽക്കട്ടെന്നാണോ വിചാരം? അല്ല. അമ്മക്കൊരു പേടിയാണ്, ഈ ആത്മാവ് നമുക്ക് ഉപദ്രവമാവുമോ? അതിന് നമ്മളൊരു നമ്പർ ഇടും, ആ ആത്മാവെ അലയണ്ട. അവരലയല്ല, നിങ്ങളെ ഇഷ്ടമുള്ളതുകൊണ്ട് വന്ന് നിൽക്കുക. നിങ്ങൾ പറയാ പോ. ചത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവരെയൊക്കെ നിങ്ങളെല്ലാം അങ്ങനെയാ ചെയ്യുന്നത്, ഓടിച്ചു വിടുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇനി എന്തിനാ പറയുന്നത്? നിങ്ങൾ ഇത്രയും വലിയ എൻ്റെ മക്കൾക്ക് ഞാനില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ പറയാറുണ്ട്. നിങ്ങൾ ചത്ത് കിടക്കുകയാണെന്നിരിക്കട്ടെ, ജഡം എടുക്കാൻ വരികയാണ്. ജഡം എടുക്കാൻ വരുമ്പോൾ നമ്മൾ പറയും, മോള് പറയാണ്, എടുക്കല്ലേ, എൻ്റെ അമ്മയെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കത്തില്ലേ. അപ്പോൾ എടുക്കാൻ വരുന്നവർ പറയാം, എന്നാ അവിടെ കിടക്കട്ടെ. ചേച്ചി അല്ലെങ്കിൽ അണ്ണ എപ്പോഴാ എടുക്കട്ടെ എന്ന് പറയാം, ഞങ്ങൾ വന്ന് കൊണ്ടുപോകാം. എന്ത് സംഭവിക്കുമെന്നൊന്ന് ആലോചിച്ച് നോക്കെ. 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ഈ ഇരുന്ന് കരയുന്ന മക്കൾ അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അച്ഛൻ പറയും, ആരെങ്കിലും വായോ, എടുത്തോണ്ട് വന്ന് വെട്ടി മൂട്. നാറ്റം കണ്ടിട്ട് സ്വയേ എന്തൊരു നാറ്റം, ശവം നാറും. അപ്പോൾ ഈ ശരീരം ഇങ്ങനെ നാറാതിരിക്കുമ്പോഴേ ഉള്ളൂ ഈ സ്നേഹമെന്ന് ആദ്യം മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? ചത്ത അവിടെ കിടന്ന് നാറ്റം അടിച്ചു പോയി കഴിഞ്ഞാലുണ്ടല്ലേ, ഇല്ല പൂച്ചയെ എലിയൊക്കെ കൊണ്ടുപോകുന്ന മട്ടിൽ വിളിച്ചു പറയാം, ആരെങ്കിലും വാക്കൂ, എന്തൊരു നാറ്റം, എടുത്തേ, ഈ അമ്മയങ്ങ് എടുത്തേ, ഈ അച്ഛനെയങ്ങ് എടുത്തേ, കൊണ്ടുപോയേ, ഇവിടെ വേണ്ടേ എന്ന് പറയും. ഇത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ഇതിനോടൊന്നും ഒട്ടാതെ, ഞാൻ പറഞ്ഞില്ലയോ, നിങ്ങൾ വീട്ടിൽ ഒരു ഹോം സ്റ്റേ നടത്തുകയാണ്. അവിടെ കുട്ടികൾ വരുന്നു, അവർക്കുള്ളതെല്ലാം ചെയ്തു കൊടുക്കുന്നു, അവർക്ക് ആഹാരം വെച്ച് കൊടുക്കുന്നു, അവർക്ക് അസുഖം വന്നാൽ വേണമെങ്കിൽ നിങ്ങൾ കൂടെ പോയി നിൽക്കും. പക്ഷെ അവിടെ എങ്ങും നിങ്ങൾക്ക് ഏതില്ല, ഒട്ടലില്ല. അതുപോലെ വീട്ടുകാര്യങ്ങൾ നോക്കിയതിന് ശേഷം ഗുരുവായൂരപ്പനെ ശരണം പ്രാപിക്കൂ, ആ പരബ്രഹ്മത്തെ നിങ്ങൾ ആവോളം മുകരൂ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത വരിയിലേക്ക് നോക്കാം. ഏതേ താവദ്വയം എന്ന് പറഞ്ഞാൽ ഈ ഞങ്ങളാകട്ടെ. മനസ്സിലേ? ഏതേ താവദ്വയം, ഈ ഞങ്ങളാകട്ടെ, തുസ്ഥിരതര മനസ്സ, ഇളകാത്ത മനസ്സോടെ, വിശ്വപീഡ, വിശ്വം ലോകം, പീഡ ദുഃഖം, ഹത്യയെ ഇല്ലാതാക്കുന്നു, ഈ ലോകത്തിൻ്റെ ദുഃഖത്തെ ഇല്ലാതാക്കുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും വയത്തിന് ഞാനെന്നേ അർത്ഥമുള്ളൂ. ഞങ്ങളെന്ന് പറയുന്നത് ഒരു ഗുരുവിൻ്റെ, ആചാര്യൻ്റെ സ്ഥാനത്ത് നിന്ന് ഭഗവാന്റെ ഭക്തജനങ്ങളെ എല്ലാം ചേർത്ത് പറയുന്നു എന്ന് മാത്രമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? ഉറച്ച മനസ്സോടെ ഗുരുവായൂരപ്പനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ, ഭട്ടതിരിപ്പാട് പറയുകയാണ്, ഉറച്ച മനസ്സോടെ ഗുരുവായൂരപ്പനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ന ഭാവം മാറി ഈ ലോകത്തിന് മുഴുവൻ സൗഖ്യം എന്ന നിലയിലേക്ക് ഉയരും. എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പം നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പറയാനാണ്. എൻ്റെ ദുഃഖം മാറ്റണേ, എൻ്റെ മോൻ്റെ അസുഖം മാറ്റണേ, എൻ്റെ മോടെ കല്യാണം മാറ്റണേ,
പക്ഷേ പതുക്കെ പതുക്കെ ഗുരുവായൂരപ്പൻ അതിൽ നിന്നൊക്കെ നിങ്ങളെ മോചിപ്പിച്ച് അതായത് നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ ഭഗവാൻ ഇല്ലാതാക്കി തരും. പതുക്കെ നിങ്ങളെ ഞാൻ എന്നതിൽ നിന്ന് മാറി എൻ്റെ മോളുടെ കല്യാണം നടത്തണേ എന്നതിൽ നിന്ന് മാറി ഈ ലോകത്തുള്ള എല്ലാ പെൺകുട്ടികൾക്കും കല്യാണം നടത്തണേ, എൻ്റെ മോന് ജോലി കിട്ടണേ, അതിൽ നിന്ന് മാറി ഈ ലോകത്തുള്ള എല്ലാ അമ്മമാരുടെ മക്കൾക്കും ജോലി കിട്ടണേ എന്ന നിലയിലേക്ക് നിങ്ങളെ ഭഗവാൻ ഉയർത്തുമെന്നാണ് ഈ വരിയിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഭട്ടതിരിപ്പാട് പോലും ആദ്യം സ്വന്തം കാര്യത്തിനാണ് ഭഗവാനെ സമീപിച്ചത്. ഏതിന്? വാതരോഗം മാറ്റാൻ. പക്ഷേ അവിടെ നിന്ന് ഗുരുവായൂരപ്പൻ അദ്ദേഹത്തെ ഈ ലോകത്തിൻ്റെ മുഴുവൻ ദുഃഖം മാറ്റുന്ന തരത്തിലേക്ക് ഉയർത്തിക്കളഞ്ഞു. ഗുരുവായൂരപ്പന് ലഭിക്കാൻ വേണ്ട ഏറ്റവും വലിയ യോഗ്യത എന്താണെന്ന് ഭട്ടതിരിപ്പാട് ഈ വരികളിൽ പറയുന്നു. അതാണ് സ്ഥിര മനസ്സായിരിക്കണമെന്ന് പറയുന്നത്. എന്താണ് ഈ സ്ഥിര മനസ്സ്? സ്ഥിര മനസ്സായാൽ കിട്ടുന്ന ഫലമെന്ത്? അത് ഞാൻ പറയാം. അത് അടുത്ത വരിയും കൂടെ കേട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് വരാം. അടുത്ത വരി പറഞ്ഞിരിക്കുന്നത് നിശേഷാത്മാനമേനം. നിശേഷ ആത്മാനം, ആത്മാവ്, ഏനം സർവ്വതിൻ്റെയും ആത്മാവെന്നർത്ഥം. നിശേഷ ആത്മാനമേനം സർവ്വതിൻ്റെയും ആത്മാവായിട്ടുള്ള ഗുരുഭവന പുരാധീശ ഗുരുവായൂരപ്പനെ ഞാൻ ആശ്രയിക്കുന്നു. സർവ്വതിൻ്റെയും ആത്മാവായ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ സർവ്വജീവജാലങ്ങളുടെയും ആത്മാവ് ഗുരുവായൂരപ്പനാണെന്ന് മനസ്സിലായില്ലേ? അതായത് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എൻ്റെയും നിങ്ങളുടെയും പാറ്റയുടെയും പല്ലിയുടെയും പുഴുവിൻ്റെയും എല്ലാം ശരീരത്തിലിരിക്കുന്നത് ഒറ്റ ഐറ്റമാണെന്ന് അറിയുക. ആ കുഞ്ഞു സാധനം അതാണ് ആത്മാവ്. അത് ഗുരുവായൂരപ്പനിൽ നിന്ന് വന്നതാണ്. ഞാൻ പറഞ്ഞതാണ് സൂര്യൻ. സൂര്യനിൽ നിന്ന് കിരണങ്ങൾ, ഈ കിരണങ്ങൾ തിരിച്ച് സൂര്യനിൽ ചെല്ലുമ്പോഴേ തൃപ്തി കിട്ടും. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന മനുഷ്യൻ്റെയും ജന്തുജാലങ്ങളുടെയും സർവ്വതിൻ്റെയും ഏതെന്ന് പറയുന്നത് ആത്മാവ്. അതുകൊണ്ടാണ് ഭഗവാനെ പരമാത്മാവെന്നും നമ്മളെ ജീവാത്മാവെന്നും പറയുന്നത്. നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടി സൂര്യൻ പരമാത്മാവ്, കിരണങ്ങൾ ജീവാത്മാവ്. ഒരു കടൽ പരമാത്മാവ്, അതിൽ നിന്ന് കുടത്തിൽ കുറേ വെള്ളം എടുത്തുകൊണ്ട് വെക്കുമ്പോൾ കുടത്തിലെ വെള്ളം ജീവാത്മാവ്. ആ വെള്ളം സത്യത്തിൽ പരമാത്മാവിൻ്റെ അംശമാണ്. ഈ വെള്ളം തിരിച്ച് കടലിൽ ചെന്ന് ചേരുമ്പോഴേ അതിന് തൃപ്തി ലഭിക്കൂ. അത് മണ്ണിനകത്തിട്ടാൽ ആ മണ്ണിലൂറി അങ്ങ് വറ്റിപ്പോകും, അതിന് സന്തോഷം കിട്ടില്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ സകലതിൻ്റെയും സർവാത്മാവായ ഗുരുവായൂരപ്പനെ ആശ്രയിക്കണം. അങ്ങനെ ആശ്രയിച്ചാലേ മോക്ഷം കിട്ടൂ. അപ്പോൾ ഈ വരികളിലൂടെയൊക്കെ ഭട്ടതിരിപ്പാട് പറഞ്ഞിരിക്കുന്നത് ഇത്ര മാത്രമാണ്. വളരെ ദുർലഭമാണ് ഭഗവാനെ കിട്ടുക. ആ ഭഗവാനെ ഗുരുവായൂർ അമ്പലത്തിൽ നമ്മുടെ ഉള്ളം കയ്യിൽ കിട്ടി. എന്നിട്ടും വിഷയസുഖങ്ങളായ മക്കള്, പ്രണയം ഇത്യാദി ലൗകിക വിഷയങ്ങളിൽ മുഴുകി നഷ്ടപ്പെടുത്താതെ ഗുരുവായൂരപ്പനെ കിട്ടാനുള്ള ഏറ്റവും വലിയ യോഗ്യത അത് പറയുന്നു. അതിൽ മനസ്സുറപ്പിച്ച് ഗുരുവായൂരപ്പനെ തേടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. അതായത് ഗുരുവായൂരപ്പനെ കിട്ടാനുള്ള ഏറ്റവും വലിയ യോഗ്യത എന്താണ്? അതിലേക്കാണ് തിരിച്ചു വരുന്നത്. അതായത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പോയിന്റ്. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. സാക്ഷാൽ ഗുരുവായൂരപ്പനെ നിങ്ങൾക്ക് കാണാം. ഞാനാ പറയുന്നത്. ഗുരുവായൂരപ്പനെ കാണാം. ഗുരുവായൂരപ്പനെ കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് ഭട്ടതിരിപ്പാട്. ഭട്ടതിരിപ്പാട് പറയുന്നത് എന്താണ്? സ്ഥിര മനസ്സ എന്നാ പറയുന്നത്. ഗുരുവായൂരപ്പനെ കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വരികൾ നാരായണീയത്തിൽ അദ്ദേഹം പറയുന്നു. നിശേഷാത്മാന ഇല്ലേ? അവിടെ പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഏതാണ്? ഏതേ താവദ്വയം തു സ്ഥിരതര മനസ്സ. ആ വരിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സ്ഥിരതര മനസ്സ എന്ന വരിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഗുരുവായൂരപ്പനെ ഇളകാത്ത മനസ്സോടെ ഭജിക്കാൻ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മകനെ, മകളെ കാണാത്തപ്പോൾ അവർ വരാൻ വൈകിയാൽ നിങ്ങളുടെ മനസ്സിൽ എന്ത് സംഭ്രമം ഉണ്ടാകും?
നിങ്ങളുടെ ജോലിക്ക് പോയ മകള് 11:30 മണി രാത്രിയായിട്ടും കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭ്രമം ഉണ്ടാകും? ആ സംഭ്രമം ഭഗവാനെ കാണാത്തത് കൊണ്ട് എന്തേ ഉണ്ടാകുന്നില്ല? നിങ്ങൾ കൃഷ്ണ ഭക്തനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ മകളെ കാണാൻ രാത്രി ജോലിക്ക് പോയ മകള് 11:30 മണിക്ക് തിരിച്ചു വന്നില്ല, രാത്രി 11:30 ആയിട്ടും കണ്ടില്ല. നിങ്ങളുടെ മനസ്സ് വെപ്രാളപ്പെട്ട് ഉരുകുകയാണ്. എൻ്റെ കുഞ്ഞെവിടെ, എൻ്റെ കുഞ്ഞെവിടെ? ഈ മനോഭാവം എന്തുകൊണ്ട്? ഭഗവാനെ കാണാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. ഇത് ഭഗവാൻ തന്നെ അർജുനനോട് പറയുന്നു. ഏ അർജുന, കാമുകനെ കാണാത്തത് കൊണ്ട് അല്ലെങ്കിൽ കാമുകിയെ കാണാത്തത് കൊണ്ട് അവൻ്റെ മനസ്സ് എന്തുമാത്രം നീറുന്നുവോ. പ്രണയിക്കുന്നവർ പിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ആ പ്രണയിച്ച ആളിനെ ഓർത്ത് കാമുകനെ കാണാത്തത് കൊണ്ട് കാമുകിയുടെ മനസ്സ് എന്തുമാത്രം നീറി കണ്ണീര് പൊഴിക്കുന്നുവോ അതിൻ്റെ പകുതിയെങ്കിലും നീ എന്നെ കാണാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലും എന്നെ കാണാത്തത് കൊണ്ട് ഒരു തുള്ളി കണ്ണീര് പൊഴിച്ചാൽ, ഭഗവാൻ പറയുന്നത് ശ്രദ്ധിക്കണം, കാമുകനെ കാണാത്തത് കൊണ്ട് കാമുകിയുടെ ഹൃദയം നീറുന്നത് പോലെ ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാത്തത് കൊണ്ട് നിങ്ങളുടെ ഹൃദയം നീറുന്നെങ്കിൽ കണ്ണീന്ന് കണ്ണീര് വരുന്നെങ്കിൽ അർജുന ആ നിമിഷം ഞാൻ അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കും. ഇല്ലെങ്കിൽ കൃഷ്ണൻ എന്നത് കള്ളമാണെന്ന് കരുതുക. അങ്ങനെ ഡിക്ലെയർ ചെയ്ത ദൈവമാണ്. ആരുണ്ടിങ്ങനെ പറഞ്ഞിട്ടുള്ളത്? പറ, നിങ്ങൾ പറ, ആരാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? എൻ്റെ ഗുരുവായൂരപ്പനല്ലാതെ ഹിന്ദു ദൈവങ്ങളിൽ പോലും വേറെ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ ഗുരുവായൂരപ്പൻ പറയുകയാണ്, എന്നെ കാണാത്തത് കൊണ്ട്, ഗുരുവായൂരപ്പനെ കാണാത്തത് കൊണ്ട് മനസ്സ് നീറി ഒരു തുള്ളി കണ്ണീര് നിങ്ങൾ പൊഴിച്ചാൽ ഞാൻ വന്നിരിക്കും. വന്നില്ലെങ്കിൽ അർജുന, ഞാൻ എന്നൊരാള് ഇല്ലെന്നരുതുക. അങ്ങനെ ഒരാൾ ഇല്ലെന്ന് കരുതുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഭഗവാനേ, കൃഷ്ണ, എനിക്ക് മോക്ഷപ്രാപ്തി പോലും വേണ്ട, എനിക്ക് ഭഗവാനെ മതിയേ. എനിക്ക് ഭർത്താവ് വേണ്ട, ഭാര്യ വേണ്ട, മക്കള് വേണ്ട, ധനം വേണ്ട, ഗ്രഹം വേണ്ട, ഒന്നും വേണ്ട. എനിക്കൊന്നിനോടും ആഗ്രഹമില്ല. കാരണം ഗുരുവായൂരപ്പ അവിടുന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ആര് വേണം? അവിടുന്നാണ് എൻ്റെ പിതാവ്, അവിടുന്നാണ് എൻ്റെ മാതാവ്, അവിടുന്നാണ് എൻ്റെ പുത്രൻ, അവിടുന്നാണ് എൻ്റെ സുഹൃത്ത്, അവിടുന്നാണ് എൻ്റെ അയൽക്കാരൻ, അവിടുന്നാണ് എൻ്റെ ഗുരു. എൻ്റെ ഗുരുവായൂരപ്പ, എനിക്ക് അങ്ങയെ വേണം. എനിക്കൊന്നും വേണ്ടായേ, എനിക്ക് യാതൊന്നും വേണ്ടായേ. എൻ്റെ ഗുരുവായൂരപ്പ, എനിക്കൊന്നും വേണ്ട. എൻ്റെ മോന് ജോലിയും വേണ്ട, എൻ്റെ മോടെ കല്യാണം, ഇതൊന്നുമല്ല എൻ്റെ പ്രശ്നം. എൻ്റെ ഗുരുവായൂരപ്പ, എനിക്കങ്ങയെ കാണണേ, എനിക്കങ്ങയെ കാണണേ. അങ്ങയെ കാണാതെ എൻ്റെ ഹൃദയം പൊട്ടുന്നു ഗുരുവായൂരപ്പ. എൻ്റെ കൃഷ്ണ, അങ്ങയെ കണ്ടില്ലെങ്കിൽ ഞാൻ ഹൃദയം പൊട്ടി മരിച്ചു പോകും. കൃഷ്ണ, കണ്ണാ വരൂ, ഓടി വരൂ കണ്ണാ, ഓടി വരൂ കണ്ണാ. ഇങ്ങനെ വിളിച്ചേ കൃഷ്ണനെ, ഇങ്ങനെ വിളിച്ചേ നിങ്ങൾ. കൃഷ്ണ, എനിക്കൊന്നും വേണ്ടായേ, ഈ പ്രപഞ്ചത്തിലെ ഒന്നും എനിക്ക് വേണ്ട കൃഷ്ണ. എനിക്ക് അങ്ങയെ കാണണം, എനിക്ക് ധനം വേണ്ട കൃഷ്ണ, ലൗകിക സുഖങ്ങൾ ഒന്നും വേണ്ട, മായ, സർവ്വതും മായ. എൻ്റെ കണ്ണനെ കാണണം. എവിടെ കണ്ണാ? ഓടിവാ കണ്ണാ എന്ന് വിളിച്ചേ നിങ്ങൾ. കണ്ണനെ വിളിച്ചേ. ഒരു തുള്ളി കണ്ണുനീര് നിങ്ങളുടെ കണ്ണീന്ന് വന്നേ. കേക്കാം ഓടക്കുഴൽ നാദം. സത്യം ഓടക്കുഴൽ നാദം കേക്കാം. കേട്ടിട്ടുണ്ട് ഞാൻ, ഒരുപാട് പറയാൻ വയ്യാത്തോണ്ടാണ്. കേക്കാം. ഒരു മയിൽപ്പീലി കാറ്റത്ത് പറന്ന് നിങ്ങളുടെ വീട്ടിൽ വരാം. നിങ്ങൾ മുറ്റത്തിറങ്ങി നിന്നാൽ കാറ്റത്ത് പറന്ന് ഒരു മയിൽപ്പീലി നിങ്ങളുടെ കാലിൻ്റെ ചുവട്ടിൽ വന്ന് വീഴാം. നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത വൃക്ഷത്തിൽ മയിലുകൾ വന്ന് പീലി നിവർത്തി നൃത്തമാടാം. അപ്പോഴ് വിചാരിച്ചോളണം, നിങ്ങളുടെ കണ്ണീരിന് ഫലമുണ്ട്, നിങ്ങളെ വിളിക്കുന്നതിന് ഫലമുണ്ട്. അന്ന് രാത്രി നിങ്ങൾക്ക് കേൾക്കാം പാദസ്വരത്തിൻ്റെ കിലുക്കം നിങ്ങൾക്ക്
നിങ്ങൾക്ക് കേൾക്കാം. ആ കൊലുസിട്ട പാദങ്ങൾ ഓടി ഓടി വരുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. നിങ്ങൾ പെട്ടെന്ന് എഴുന്നേറ്റാൽ ആ കൊലുസിട്ട കാല് ഓടി ഓടി പോകുന്നത് കേൾക്കാം. വീണ്ടും നിങ്ങൾ വന്ന് കിടന്നേ, അപ്പൊ കൊഞ്ചിക്കുഴഞ്ഞുള്ള ഒരു ചിരി കേൾക്കാം. നിങ്ങൾക്ക് കൊഞ്ചിക്കുഴഞ്ഞുള്ള ഒരു ചിരി കേൾക്കാം. വീണ്ടും നിങ്ങൾ എഴുന്നേറ്റാൽ കൊലുസിട്ട പാദങ്ങൾ ഓടിപ്പോകുന്നത് കേൾക്കാം. സത്യം സത്യം, എൻ്റെ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. നിങ്ങൾക്കത് കേൾക്കാം. തിരിച്ചു വന്ന് നിങ്ങൾ കിടന്നേ. നിങ്ങൾ പ്രായമുള്ളവരാണെങ്കിൽ ഇങ്ങനെ കണ്ണുകളടയ്ക്കുമ്പം വിളി കേൾക്കാം, അച്ഛാ, അല്ലെങ്കിൽ അമ്മേ, അല്ലെങ്കിൽ കൊച്ചുകുട്ടിയാണെങ്കിൽ ഉണ്ണി. ആ വിളി നിങ്ങൾക്ക് കേൾക്കാം. ആ വിളി നിങ്ങൾക്ക് കേൾക്കാം. ഇത് കുറച്ച് ദിവസം പോകും. അപ്പോഴത്തേക്ക് ഹൃദയത്തിൽ പിന്നെ എല്ലാം പോകും. നമുക്ക് മക്കളും കീക്കളും ജോലിയും ധനവും ഒന്നും വരത്തില്ല. പിന്നെ മനസ്സിൽ കണ്ണ എനിക്ക് കാണണം, കണ്ണ എനിക്ക് കാണണം, എനിക്ക് വയ്യ, എനിക്ക് വയ്യ. കണ്ണനെ കാണാതെ ശരീരങ്ങൾ തളർന്നു വരും. അങ്ങനെ തളർന്നു വരുമ്പോൾ രാത്രിയുടെ ഒരു യാമത്തിൽ നിങ്ങൾ ഉണരും. അറിയാതെ നിങ്ങൾ പൂജാമുറിയിലേക്ക് പോകും. നിങ്ങളെപ്പോലും അറിയില്ല, ആരോ കൂട്ടിക്കൊണ്ടു പോകുന്നത് പോലെ നിങ്ങൾക്കങ്ങനെ തോന്നും. തോന്നലല്ല, സത്യമാണ്. നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഒരു പിടി വരും. ആരും അറിയില്ല. നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളെല്ലാം നല്ല ഉറക്കമായിരിക്കും. സത്യമാണ് ഞാൻ പറയുന്നത്. ആ പൂജാമുറിയിലേക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ വിഗ്രഹത്തിൻ്റെ അടുത്തൊരു വലിയ പ്രഭാവലയം കാണും. നിങ്ങൾ കണ്ണഞ്ചിക്കുന്ന പ്രഭാവലയം. സത്യമാണോ അതോ സ്വപ്നമാണോ എന്ന് പോലും അറിയാതെ നിങ്ങൾ പതുങ്ങിപ്പോകും. സത്യമാണ് പറയുന്നത്. ഗുരുവായൂരപ്പനെ കാണാതെ നെഞ്ചു പൊട്ടിയാൽ നിങ്ങൾക്കിത് വന്നിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ വീട്ടിൽ വന്ന് ഞാൻ ദാസ്യപ്പണി ചെയ്യാം. സത്യം, എനിക്ക് ഒരുപാട് തുറന്നു പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. സാക്ഷാൽ ഗുരുവായൂരപ്പൻ അവിടെ കാണാൻ നിങ്ങൾക്ക്. ഓടക്കുഴൽ ഊതി നിൽക്കുന്ന കണ്ണൻ മയിൽപീലി തിരികി ഓടക്കുഴൽ കൈ ചുണ്ടിൽ വെച്ച് വനമാല അണിഞ്ഞ് രാധാസമേതനായിട്ട് വരും. ഒറ്റയ്ക്കല്ല. ഓർമ്മിക്കുക, നിങ്ങൾ രാധാജിയെ സ്മരിക്കൊന്നും വേണ്ട. ഈ വിളി കൃഷ്ണനെ വിളിച്ചാൽ ഒറ്റയ്ക്കല്ല വരുന്നത്, രാധാസമേതനായിട്ട് വരും. നമസ്കരിക്ക്, നമസ്കരിക്ക്. നമസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പഴയ നിങ്ങളല്ല. കണ്ടാ നിങ്ങളെ ബോഡി പഴയതായിരിക്കും, പക്ഷേ നിങ്ങളൊരു പുതിയ ആളായിട്ട് മാറും. നിങ്ങളൊരു പുതിയ ആളായിട്ട് മാറും. നിങ്ങൾക്ക് കാണണോ ആ പ്രഭ? നിങ്ങൾക്ക് കാണണോ ആ പ്രഭ? ആ പ്രഭ കാണണമെങ്കിൽ തീവ്രമായ ആഗ്രഹത്തോടെ ചെല്ല്. ഗുരുവായൂർ അമ്പലത്തിലേക്ക് ചെല്ല്. ഞാൻ പോകാൻ തയ്യാറായി കഴിഞ്ഞു. വരുന്നോ വരുന്നോ? എല്ലാം കളഞ്ഞ് എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ കണ്ണ, നീ മതി, നീ മതി, നീ മതി എനിക്ക്. ഗുരുവായൂർ അമ്പലത്തിലെ കണ്ണൻ മതി എനിക്ക്. രാധാസമേതനായി, രാധാസമേതനായി എൻ്റെ ഈ കണ്ണുകൊണ്ട് കാണണം കൃഷ്ണ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.